അപ്പോൾ നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു സർവീസിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റ് എഴുതണം. നമുക്ക് PSC എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതോടെ തീരുന്നില്ല. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയാലും ഏതൊക്കെ ടെസ്റ്റ് നമ്മൾ എഴുതണം, ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു അവബോധം തരാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനോടൊപ്പം നമ്മോടൊപ്പം ഉള്ളത് B. മധുസൂദനൻ പിള്ളൈ സാറാണ്. സാറ് റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ടറാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ. അതിലുപരി IMG ഫാക്കൽറ്റി എന്നറിയപ്പെടാനായിരിക്കും സാറിന് ഏറെ ഇഷ്ടവും. കാരണം വെച്ചാൽ 12 വർഷമായിട്ട് സാർ ഈ ഫീൽഡിലുണ്ട്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകൾ പഠിപ്പിക്കാനായിട്ട് ഏതൊക്കെ ടെസ്റ്റ് ആയാലും സാർ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. 12 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് സാർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ അവബോധം തരാനായിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറാണ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ സമയം കൂടുതൽ വേണ്ടി വരാം, ചിലപ്പോൾ അത്രയും വേണ്ടി വരത്തില്ലായിരിക്കാം. എങ്ങനെയായാലും നമുക്കത് നോക്കാം. നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും സാർ ഇപ്പോൾ ക്ലാസ് ആയിട്ട് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് സാറ് പറയും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങൾ എന്ന് നിയമന ഉത്തരവ് കയ്യിൽ കെട്ടി ആദ്യമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് സർവീസിൽ ജോയിൻ ചെയ്യുന്നുവോ, ആ ജോയിൻ ചെയ്തിട്ട് 56 വയസ്സിലോ 60 വയസ്സിലോ നിങ്ങൾ പുറത്തിറങ്ങുന്നത് വരെയും നിങ്ങളുടെ തറവാടാണ് സർക്കാർ ഓഫീസ്. കാരണം ജീവിതത്തിൻ്റെ ഏറിയ പങ്കും നമ്മൾ ചിലവഴിക്കുന്നത് സർക്കാർ ഓഫീസിലാണ്. രാവിലെ നമുക്ക് എന്ത് ടെൻഷൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ ആശ്വാസം എന്താണ്? 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിൽ പോയാൽ 6 മണിവരെ 5 മണിവരെ അവിടുത്തെ ഒരു ലോകം, നമ്മുടെ കുറേ ഫ്രണ്ട്സ്, അത് മറ്റൊരു ബന്ധം തന്നെയാണ്. ആ വേർപാട്, ആ വിടവ് അറിയണമെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്ത് പുറത്തിറങ്ങണം. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നൊരു വലിയ ഒരു സാമ്രാജ്യമാണ്. ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചിലവഴിച്ച ഒരു തറവാട്ടിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി വിട ചൊല്ലി ഇറങ്ങുന്ന രംഗമാണ് റിട്ടയർമെന്റ് രംഗം. വളരെ സങ്കടകരമാണ്. പലരും പറയും റിട്ടയർ ചെയ്തിട്ട് ഞാൻ വാഴ കൃഷി ചെയ്യും, തെങ്ങ് കൃഷി ചെയ്യും. ഒക്കെ വെറുതെയാണ്. ചെയ്യുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റൊരു ജന്മത്തിലേക്ക് കടക്കുകയാണ് ആ റിട്ടയർമെന്റോട് കൂടി. അപ്പോൾ ഇനി അത് പിന്നീട് ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ സർക്കാർ സർവീസിൽ ആദ്യമായി കാലെടുത്ത് കുത്തിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു പരിശീലനവും തന്നിട്ടല്ല ഉത്തരവാദിത്വപ്പെട്ട ഒരു സീറ്റിൽ നമ്മളെ നിയമിക്കുന്നതും കുറേ ജോലികൾ നമ്മളെ ഏൽപ്പിക്കുന്നതും. നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച്, ഞാനീ പറയുന്നത് മുഴുവൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്, പഠിച്ചു പറയുകയല്ല, അനുഭവങ്ങളാണ് ഈ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ഈ സംവിധാനത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സർവീസിൽ വന്നാൽ ആദ്യമായി അവന് ഒരു പരിശീലനം ഇല്ല. ഫോഴ്സ് സർവീസിൽ മാത്രമേ അതുള്ളൂ. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് അവർക്കുണ്ട്. മറ്റൊരു സർവീസിലും അവന് ഒരു പരിശീലനം കൊടുത്തിട്ടല്ല അവനെ നിയമിക്കുന്നത്. കാരണം അതിന് പരിമിതികളുണ്ട്. ഇത്രയും പേർക്ക് പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ, നടക്കുകയുമില്ല. പക്ഷെ നിയമനം കിട്ടിക്കഴിഞ്ഞാലോ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാനത്തിൽ തൃശ്ശൂർ കില, കൊട്ടാരക്കര എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ, ഞാൻ അവിടുത്തെ ഫാക്കൽറ്റിയാണ്, കൊട്ടാരക്കര കിലയില. പിന്നെ സംസ്ഥാനത്ത് IMG മാതിരിയുള്ള IMG ഉണ്ട്. ഇവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. IMGയിലേക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഉന്നത നിലവാരം പുലർത്തുന്ന ട്രെയിനിങ് ആണ്. വിത്ത് അക്കോമഡേഷനാണ് IMG ട്രെയിനിങ്. നല്ല ഒന്നാം തരം ഫാക്കൽറ്റിയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ജീവനക്കാർക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു പരിശീലനം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്മേൽ ഒരു വാസ്റ്റ് പരിശീലനം നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ അനുഭവം കൊണ്ട് പലരും അത് നേടിയെടുക്കുന്നു. പക്ഷെ എല്ലാവർക്കും അത് നേടിയെടുക്കാനുള്ള അവസരവുമില്ല. കാരണം നമ്മൾ ഒരു ഓഫീസിൽ പലതരം സെക്ഷനുണ്ട്. നമ്മളെ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്നല്ലാതെ മറ്റൊരു ഫീൽഡിലേക്ക് നമുക്ക് കടന്നെത്താൻ പറ്റുന്നില്ല അവിടെ. അപ്പം നമ്മൾ ജോലി ഇപ്പോൾ ശമ്പള ബിൽ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ അതിനകത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ എന്തെല്ലാം വർക്ക് നടക്കുന്നു. 3 വർഷം കഴിയുമ്പോൾ നമ്മളെ അവിടെ മാറ്റുകയും ചെയ്യും. പക്ഷേ ഡിപ്പാർട്ട്മെന്റിന് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ് റൂൾസ്, സർവീസ് റൂൾസ്. പിന്നീട് ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡിപ്പാർട്ട്മെന്റിൻ്റെതായ പേപ്പറുകളുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെന്റ് കോഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ആ ഒരാൾ മാത്രമേ അപ്പോൾ അത് ചെയ്യാവൂ. കാരണം എല്ലാവരും കൂടി ആവുമ്പോൾ അത് ഭയങ്കര ശബ്ദമാവും. അതുകൊണ്ട് ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിലും കൈയൊന്ന് പൊക്കുക, അപ്പോൾ തന്നെ അത് അൺമ്യൂട്ട് ചെയ്ത് തരും, നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം തന്നെ ആകാം, പിന്നെ ഇടയ്ക്ക് തന്നെ ആകാം.
മനസ്സിലായില്ലേ? അപ്പോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഏതൊരു ജീവനക്കാരനും സർവീസിൽ ജോയിൻ ചെയ്താൽ ആ സർവീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജനറലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് സ്വന്തം നിലയ്ക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംസ്ഥാന സർവീസിൽ ഏറ്റവും കൂടുതൽ ശോഭിക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു സംസ്ഥാന സർവീസിൽ ആദ്യമായി കയറി ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു മേജർ സെക്ഷനിലായിരിക്കും പിടിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. പ്രമാദമായ ഫയലുകളായിരിക്കും അതിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഫയലുകൾ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിനെല്ലാം ആധാരമായിട്ട് സർക്കാർ സർവീസിൽ പുസ്തകങ്ങളുണ്ട്. എന്ത് വിഷയത്തിലും പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PWD എടുക്കും. നിങ്ങൾ PWDയിൽ ഒരു ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ ആ ടെക്നിക്കൽ സ്റ്റാഫ് ആ എസ്റ്റിമേറ്റിന്റെ തുടക്കം മുതൽ അതൊരു കരാറായി, അതൊരു പണിയായി, ആ കരാറുകാരൻ ആ പണി ചെയ്ത് അത് അവൻ്റെ ലാസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നത് വരെയും എന്തെല്ലാം പ്രോസസ്സിംഗ് ആണ് അതിൽ നടത്തേണ്ടതെന്ന് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി 3 പുസ്തകങ്ങളുണ്ട്. പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് കോഡ്, PWD മാനുവൽ. ഈ 3 പുസ്തകവും ഏതെങ്കിലും ഒരു ട്രെയിനറുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാളിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. നിങ്ങൾക്ക് ഏത് സീറ്റ് തന്നാലും ഏത് ജോലി തന്നാലും നിങ്ങൾ ധൈര്യപൂർവ്വം അത് ചെയ്യും. കാരണം ഈ സബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ഇന്ന ഭാഗത്ത് ഇന്ന പുസ്തകത്തിലുള്ളതാണ്. നിങ്ങൾ ഉടൻ ആ റൂള് നിങ്ങൾ എടുക്കും, നിങ്ങൾ റെഫർ ചെയ്യും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതും അതാണ്. എന്തൊക്കെയോ നമുക്കറിയാം. ഇത് എവിടെയാണ്, ഏത് പുസ്തകത്തിലാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന സർവീസ് ജീവനക്കാർക്ക് കുറച്ച് പേർക്ക് അറിയില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും ബാക്ക്വേർഡ്നെസ്സും. അപ്പൊ അതാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ വർക്കിന്റെ പൊതു സ്വഭാവം എന്താണ്. ഇപ്പോൾ എല്ലാ ജീവനക്കാരും ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. എല്ലാ ജീവനക്കാരും ഒന്നുപോലെ അറിഞ്ഞിരിക്കേണ്ടത് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ കാറ്റഗറീസ് അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ് അക്കൗണ്ടിസ്റ്റ് ലോവർ എന്ന് പറയുന്ന വിഷയത്തിൽ. അക്കൗണ്ടിസ്റ്റ് ലോവർ എന്ന് പറയുന്ന വിഷയത്തിൽ 4 പേപ്പർ ഉൾപ്പെടുന്നുണ്ട്. അക്കൗണ്ട്സ് ടെസ്റ്റ് ലോവർ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിനെ സ്ട്രെസ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. നിങ്ങൾ മനസ്സിൽ വേറെ എന്ത് കേൾക്കാനാണോ ഇരിക്കുന്നത് അത് ചോദിച്ചോ. പറയുന്നതിന് ഒരു മടിയുമില്ല. ഞങ്ങളത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ്. അതിനാണല്ലോ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ആ ഹാൻഡ് റൈസ് ചെയ്ത ആള് ഒന്ന് ചോദിച്ചോളൂ. എന്തുവാണോ ചോദിച്ചോ. ഹലോ മെഹബൂബയാണോ? ചോദിച്ചോ. എന്തുവാണോ? സർ, ഞാൻ ലിതുഷയാണേ. മെഹബൂബ പറഞ്ഞോ. ഏത് പോസ്റ്റാണ് ഇപ്പോ? ഹലോ പറഞ്ഞോ മെഹബൂബ, കേൾക്കാം, പറഞ്ഞോ. സാർ, നേരത്തെ ഞാൻ LSTDയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സാർ നേരത്തെ പറഞ്ഞില്ലേ PWD അക്കൗണ്ട് കോഡ്, അതെ, PWD മാനുവൽ. അപ്പൊ ഞങ്ങള് ഈ PWD മാനുവൽ തന്നെയാണോ ബേസ് ചെയ്യേണ്ടത്? അതെ, PWD മാനുവല്, PWD അക്കൗണ്ട് കോഡ്, PWD ഡിപ്പാർട്ട്മെന്റ് കോഡ്, ഈ 3 പുസ്തകവും നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അതിപ്പോ LSTDക്കാണെങ്കിലും ഇറിഗേഷനിലാണെങ്കിലും. അതായത് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ്സ് എ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും. അത് പറഞ്ഞു തരുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. അതായത് മരാമത്ത് സ്വഭാവത്തിലുള്ള പണികൾ ചെയ്യുന്ന ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ, അത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് മരാമത്ത് വർക്കുണ്ട്, അവർ ഈ ടെസ്റ്റ് പാസ്സാകണം. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നീട് PWD, ഇറിഗേഷൻ, LSTD. ഇപ്പൊ മനസ്സിലായോ മെഹബൂബയ്ക്ക്? മനസ്സിലായല്ലോ. മരാമത്ത് സ്വഭാവത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ അവർക്കൊക്കെ ഏത് വേണം? ഈ പുസ്തകങ്ങൾ ഇത്രയും വേണം. എന്നാൽ ഒരു കാര്യം കൂടി, ഇനി ആ ഡിപ്പാർട്ട്മെന്റിൻ്റെത് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റൂൾ തയ്യാറാക്കുകയും അതിൽ അവർക്ക് ഇന്ന പുസ്തകങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിരുന്നാൽ വേണ്ട. പക്ഷെ അങ്ങനെ ഒരു ഓർഡർ ഇപ്പൊ ഇല്ല. മനസ്സിലായോ? അങ്ങനെ സംശയങ്ങൾ ചോദിക്കുക. അതിനാണല്ലോ ഈ വേദി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ അടുത്തത് പറയട്ടെ. സജിത ചോദിച്ചോ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഈ വേദി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ധൈര്യമായിട്ട് ചോദിക്കും, ഒരു മടിയും വേണ്ട, നമ്മൾ തമ്മിൽ ഒരു ഫോർമാലിറ്റിയും വേണ്ട. പറഞ്ഞോ സജിത, പറഞ്ഞോ.
സജിതയ്ക്ക് എന്തോ അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ മതി. ശരി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ജോലി കിട്ടി വന്നു. ജോലി കിട്ടിയാൽ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. നിങ്ങളെ ആദ്യമായി എടുത്തു തന്നിരിക്കുന്നത് ആദ്യം ഒരു ക്ലർക്കിന് തൊട്ട് നമുക്ക് തുടങ്ങാം. ഒരു ക്ലറിക്കൽ സ്റ്റാഫാണ് നിങ്ങൾ. ഒന്നുകിൽ നമ്മളൊരു ക്ലറിക്കൽ സ്റ്റാഫ്, അല്ലെങ്കിൽ നമ്മളൊരു ടെക്നിക്കൽ സ്റ്റാഫ്. ഈ രണ്ട് കാറ്റഗറിയുമാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ടെസ്റ്റുകൾ വേണ്ട, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വേണ്ട. ഇപ്പോൾ ഹെൽത്ത് സർവീസിൽ മറ്റേ ആരോഗ്യ വകുപ്പിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ഇപ്പോൾ സ്റ്റാഫ് നഴ്സ്, അറ്റൻഡർമാർ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഇവർക്കൊന്നും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വേണ്ട. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വേണ്ടത് ഗസറ്റഡ് ഓഫീസറായിട്ട് ഡയറക്റ്റ് നിയമനം കിട്ടുന്നവർക്ക് ഇറ്റ് ഈസ് കമ്പൾസറി. ഒരു ടൈപ്പിസ്റ്റിന് ക്ലർക്ക് ടെസ്റ്റ് വേണ്ട. എന്നാൽ ഒരു ടൈപ്പിസ്റ്റിന് നിശ്ചിത വർഷം കഴിയുമ്പോൾ ക്ലറിക്കൽ സ്റ്റാഫിലേക്ക് ഒരു കൺവേർഷൻ വേണമോ, ഹി ഷുഡ് പാസ് ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് മീൻസ് എ ടെസ്റ്റ് ഈസ് കമ്പൾസറി. ആ കാറ്റഗറിക്ക് ഒരു ടെസ്റ്റ് കമ്പൾസറി ആണെങ്കിൽ അത് ഒബ്ലിഗേറ്ററി. അല്ലാത്തവർക്കും ഈ ടെസ്റ്റുകൾ എഴുതാം. കാരണം ഇപ്പൊ നിങ്ങളൊരു ഓവർസിയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഓവർസിയർ ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറോ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നാളെ ഒരു പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയാൽ, നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട, 50 വയസ്സ് കഴിഞ്ഞ ജീവനക്കാരെ ടെസ്റ്റ് പാസ്സാകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർ ആ തീയതി മുതൽ ടെസ്റ്റ് പാസ്സായതായി കണക്കാക്കി എക്സംഷൻ തരും. പക്ഷെ 50 വയസ്സ് തികയണം. അതിനു മുൻപ് നിങ്ങൾ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷൻ കിട്ടി എന്നിരിക്കട്ടെ, നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും PWD ടെസ്റ്റുകളും പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തരത്തില്ല, നിങ്ങളുടെ ഇൻക്രിമെന്റുകൾ തരത്തില്ല. എന്നാൽ നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസറായിട്ട് ഡയറക്റ്റ് നിയമനം കിട്ടിയാലോ ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾക്ക് 2ാമത്തെ ഇൻക്രിമെന്റ് മുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റുകൾ പാസ്സായി കൊടുത്തേ മതിയാകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ടൈപ്പിസ്റ്റിന് ടെസ്റ്റ് വേണ്ട, ഒരു ഓവർസിയർക്ക് ടെസ്റ്റ് വേണ്ട. പക്ഷെ ഈ ഓവർസിയർ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിശ്ചിത കൊല്ലത്തിനുള്ളിൽ ഇത് പാസ്സായിരിക്കണം. അപ്പൊ എല്ലാവർക്കും ഇത് ഒബ്ലിഗേറ്ററി അല്ല. ഒബ്ലിഗേറ്ററി ആവുന്നത് നമ്മുടെ പൊസിഷൻ, നമ്മുടെ പോസ്റ്റ് മുതലായവ അനുസരിച്ചാണ്. അതാണ് ഈ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും വെറും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി മുൻകാലങ്ങളിൽ സർക്കാർ സർവീസിൽ വരുന്നതിന് മുൻപ് പോലും നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് എഴുതാമായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ വരുന്ന പലരും ഇത് പാസ്സായിട്ട് വരുന്നവരുണ്ട്, പിന്നെ പാസ്സാവണ്ട. ഇപ്പോൾ അത് പാടില്ല. സർക്കാർ സർവീസിലായിരുന്നാൽ മതി, ആർക്കും ഏതും എഴുതാം. അല്ലാതെ ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ലാസ്റ്റ് ഗ്രേഡാണ്, എനിക്ക് ടെസ്റ്റ് എഴുതാമോ? എഴുതാം, എഴുതുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ഫീസ് അടച്ച് നിങ്ങൾക്കും എഴുതാം. അപ്പോൾ സർക്കാർ സർവീസിൽ ടെസ്റ്റ് എഴുതുന്നതിന് നമുക്ക് പരിമിതിയില്ല. എന്നാൽ നമുക്ക് പല ടെസ്റ്റിലും നിങ്ങൾക്ക് ടെസ്റ്റ് എക്സംഷൻ, ഫീസ് എക്സംഷൻ കിട്ടുന്നുണ്ട്. എൻട്രി ഇപ്പോൾ ഒരു ക്ലർക്കായിട്ട് കയറിയാൽ ഫസ്റ്റ് ചാൻസിന് ഫീസ് വേണ്ട, സെക്കൻഡ് ചാൻസ് മുതൽ ഫീസ് കൊടുത്തേ മതിയാവും. ഇപ്പോൾ ഫസ്റ്റ് ചാൻസിന് നിങ്ങൾ ഫീസ് ഇല്ലാതെ ആപ്ലിക്കേഷൻ കൊടുത്തു, പരീക്ഷ എഴുതാൻ വൈകിപ്പോയി, വിട്ടുപോയി, നിങ്ങളോ സെക്കൻഡ് ചാൻസിൽ ഫീസ് അടച്ച് തന്നെ എഴുതണം. ഇപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അധ്യാപകർ ആയിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക തന്നെ വേണം. ചില കാറ്റഗറിയെ ഫീസ് അടച്ചേ മതിയാവും. കാരണം അധ്യാപകർക്കൊന്നും ഇത് കമ്പൾസറി അല്ല, HM ആകണമെങ്കിൽ മതി, അതുകൊണ്ട് കമ്പൾസറി അല്ല. പക്ഷെ നിങ്ങളിൽ ടീച്ചർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ PSC ടെസ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ PSCയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ചാൻസ് അവൈൽ ചെയ്താൽ കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ഹാൾ ടിക്കറ്റ് വരില്ല. ആ ഹാൾ ടിക്കറ്റ് വരാതിരിക്കുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു, ഫീസ് അടച്ചില്ല. അത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. അധ്യാപകരായിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീസ് അടച്ച് തന്നെ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ അവസരം പോയി എന്നുള്ളത്. ഇനി നമുക്ക് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിനെ കുറിച്ച് പറഞ്ഞുതരാം. എല്ലാ കാറ്റഗറിയും, അതായത് ടെസ്റ്റ് പാസ്സാകണം എന്ന വിഭാഗത്തിൽ വരുന്ന എല്ലാവരും, അവൻ മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഈവൻ ക്ലർക്ക് ആയിക്കോട്ടെ, അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ജീവനക്കാർ ഈ 4 പേപ്പറും പാസ്സായിരിക്കണം. 4 പേപ്പറും. അതിൽ ഏതൊക്കെ പേപ്പറാണ് വരുന്നത്? കേരള സർവീസ് റൂൾസ് ഭാഗം 1 അല്ല 2 പുസ്തകം. പിന്നീട് കേരള ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന അടുത്ത പേപ്പർ, അതിൽ
2-3 പേപ്പറുണ്ട്, വോളിയം 1, 2 അതൊക്കെ കിടന്നോട്ടെ. ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന അടുത്ത പേപ്പർ, 2 പരീക്ഷ. കേരള ട്രഷറി കോഡ് എന്ന് പറയുന്ന 3ാമത്തെ പരീക്ഷ. 4ാമത്തത് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. അതിൽ ഈ 4 പരീക്ഷ ഉള്ളതിൽ 4ാമത്തെ പരീക്ഷയായ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന് നമുക്ക് പുസ്തകം ഇല്ല, വിത്തൗട്ട് ബുക്ക് എന്ന് പറയും. ഈ പരീക്ഷ നമ്മൾ പുസ്തകമില്ലാതെ പഠിച്ചെഴുതേണ്ടതാണ്. ബാക്കി 3ഉം നിങ്ങൾക്ക് പുസ്തകം നോക്കി എഴുതാം. വിത്ത് ബുക്ക് എന്ന് പറയും. പുസ്തകം കൂടെ കൊണ്ടുപോകാം. പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പുസ്തകമില്ലാതെ നിങ്ങൾ പോകരുത്. പുസ്തകം ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, ഇപ്പോൾ വരും, പുസ്തകം താമസിയാതെ ഇറങ്ങും. അപ്പോൾ പുസ്തകമില്ലാതെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്കും പോകരുത്. അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നിങ്ങൾക്ക് വേണം വിത്ത് ബുക്ക് കൊണ്ടുപോകുമ്പോൾ. ഇനി 2, നിങ്ങൾ അതിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും നോട്ട്സ് കാണാതെ പഠിച്ചെഴുതരുത്. പലരും കുറേ നോട്ട്സ് കൊണ്ട്, ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് മുടങ്ങാതെ വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നോട്ട്സ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ പരാജയമാണ്. സബ്ജക്റ്റ് പഠിച്ചിട്ട് പോകണം. KSR എന്താണെന്ന് വിഷയം പഠിച്ചിട്ട് ആ നോട്ട്, ആ ക്വസ്റ്റ്യൻ അവർ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ഐഡിയ വേണം നമ്മുടെ മനസ്സിൽ. അതിലുപരി ഈ എല്ലാ പുസ്തകങ്ങളുടെയും അവസാനം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഒരു ആൽഫബറ്റിക് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന അക്ഷരമാല ക്രമത്തിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. നിങ്ങൾ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനിത് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്കത് അറിയാവുന്നത്. എൻ്റെ കുട്ടികളും എന്നോടൊപ്പം ഇത് പഠിക്കുന്ന കുട്ടികളും അവർക്കിത് വരുമ്പോൾ എങ്ങനെ അറിയില്ല. ഈ പുസ്തകത്തിനകത്ത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ് KSR, ട്രഷറി കോഡ്, ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട്. പക്ഷേ ആ പുസ്തകത്തിനകത്തുനിന്ന് എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. 1.5 മണിക്കൂറാണ് മറ്റ് സബ്ജക്റ്റിനും, KSRന് മാത്രം 2 മണിക്കൂറും. 100 ക്വസ്റ്റ്യനാണ്. ഇതിൽ 40 മാർക്ക് ഉണ്ടെങ്കിലേ നമ്മൾ പാസ്സാകത്തുള്ളൂ. ഒരു കൺസെഷനും ഇല്ല. 3 തെറ്റ് വന്നാൽ ഒരു മൈനസ് മാർക്ക് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ആൻസർ നമ്മൾ പെറുക്കിയെടുക്കണം. അതാണ് നമ്മുടെ കഴിവ്. അത് ഒരിക്കലും നോട്ട് കാണാതെ പഠിച്ചാൽ കിട്ടത്തില്ല. നോട്ട് ഞാനോ മറ്റൊരാളോ എഴുതി ഉണ്ടാക്കുന്നതാണ്. നോട്ട് വായിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നോട്ട് പഠിക്കണം, കാര്യങ്ങൾ പഠിക്കണം. പക്ഷെ നോട്ട് പഠിച്ചുകൊണ്ട് മാത്രം പോയാൽ, ആ നോട്ട് അതുപോലെ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ കോഡിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ നമുക്ക് റവന്യൂ നമുക്ക് വരും. റവന്യൂ, സർക്കാരിലേക്ക് വരുന്ന വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് വിളിക്കുന്നത്. ഈ റവന്യൂ ട്രഷറിയിൽ റെമിറ്റ് ചെയ്യണം. അപ്പോൾ റവന്യൂ, റെമിറ്റൻസ് മുതലായ ചില വേർഡിങ് ഉണ്ടല്ലോ. ഒരു റെമിറ്റൻസിനെ കുറിച്ചൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഇങ്ങനെ മറിക്കും, റെമിറ്റൻസ് എവിടെ കിടക്കുന്നു? നമുക്ക് പരീക്ഷാ ഹാളിലെ കമ്പ്യൂട്ടർ കൂടെ ആകുമ്പോൾ നമ്മുടെ മാനസിക നില ആകെ തെറ്റി. നിങ്ങൾ ഒന്നും വേണ്ട. റെമിറ്റൻസിന്റെ ആദ്യാക്ഷരം ഏതാണ്? R. നിങ്ങൾ R എന്ന് പറയുന്ന ആൽഫബറ്റിക് ഇൻഡെക്സ് എടുത്ത് നോക്ക്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് റെമിറ്റൻസ് ഏതാണെന്ന്. റെമിറ്റൻസ് ഏത് പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഏത് റൂളിൽ അല്ലെങ്കിൽ ഏത് പേജിൽ വരുന്ന എൻ്റെ വലതുവശത്ത് സൂചികയുമുണ്ട്. ഉടൻ നിങ്ങൾക്ക് റെമിറ്റൻസ് റൂൾ നമ്പർ 271, ഉടൻ നിങ്ങൾ 271 നോക്കി അതേ കിടക്കുന്നു റെമിറ്റൻസിനെ കുറിച്ച് മുഴുവൻ. ആ ആൻസർ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഏൺഡ് ലീവ്. പരീക്ഷയ്ക്ക് അടുത്തൊരു ചോദ്യം KSRലാണ്. ഏൺഡ് ലീവ് നിങ്ങൾ പഠിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിത് ഈ ലീവെല്ലാം നമ്മൾ ബൈഹാർട്ട് ആക്കിയിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഏൺഡ് ലീവ് എന്ന് പറയുന്ന ഒരു ചോദ്യം. അതിൽ നിന്ന് കുറേ ചോദ്യം വരും, എപ്പോഴും വരും. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏൺഡ് ലീവിന്റെ ആദ്യാക്ഷരം ഏത്? E. അല്ലെങ്കിൽ ലീവ് എന്ന് പറയുന്ന കോമൺ വേർഡിന്റെ ആദ്യാക്ഷരം ഏത്? L. നിങ്ങൾ L എന്ന് പറയുന്ന ഇൻഡെക്സോ നിങ്ങൾ E എന്ന് പറയുന്ന ഇൻഡെക്സോ ഒന്ന് മറിച്ച് നോക്ക്, നിങ്ങൾക്ക് ആ നിമിഷം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇൻഡെക്സ് നോക്കി പരീക്ഷ എഴുതാൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി നോട്ട് എവിടെന്നെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾ കുറേ നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളിരുന്ന് രാവും പകലും ഇരുന്ന് കാണാതെ പഠിച്ചാൽ നമുക്ക് ബ്രെയിനിന് വർക്ക് കൂടും എന്നുള്ളതല്ലാതെ അത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലപ്രാപ്തി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ സമയം കൊണ്ട് നിങ്ങൾ പുസ്തകവും എവിടെന്നെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ ആ ഇൻഡെക്സും കൂടെ എടുത്ത് ബൈഹാർട്ട് ആക്കിയാൽ നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് ഈസി വാക്ക് ഓവറാണ്. കാരണം ഇപ്പോഴത്തെ പരീക്ഷയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് മോഡൽ. ഒബ്ജക്റ്റീവാണ്. 4 ഓപ്ഷൻ കാണും. ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ 4 ഓപ്ഷനും നമുക്ക് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത 4ഉം ശരിയാണെന്ന് നമുക്ക് തോന്നും.
നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. അത് തെറ്റായിരിക്കും. പക്ഷേ ആ ഡൗട്ട് അല്ല, ഇതോടെ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൗട്ട് ഇപ്പൊ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെൽ തറോ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൽഫബറ്റിക് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ശരിയിൽ നിങ്ങൾ 4 ശരി കരുതി വച്ചിരിക്കുന്നതിൽ യഥാർത്ഥ ശരി ഏതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ജയിപ്പിക്കുന്നത്. ഈ രീതിയിലേ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാവൂ. അല്ലാതെ ക്വസ്റ്റ്യൻ ഒരിക്കലും എവിടെ നിന്നെങ്കിലും കുറെ നോട്ട് കൊണ്ടുവന്ന് കാണാതെ പഠിക്കരുത്. കാരണം ഇത് വിത്ത് ബുക്കാണ്, ഒബ്ജക്റ്റീവാണ്, എവിടെ നിന്ന് ഏതും ചോദിക്കാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ പുസ്തകം എടുത്തു വച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അവരുടെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്നു അവരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കും. മനസ്സിലായില്ലേ? ഇനി സംശയം ചോദിച്ചു. സാറേ, എന്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുവാണ്. അതെ. ദേവസ്വം ബോർഡിൽ എവിടെയാണ്? ഞാൻ വർക്കല സെക്ഷനിലാണ്, സെക്ഷൻ ഓഫീസിലാണ്. പറഞ്ഞു സാർ. അപ്പൊ എനിക്ക് ഇറിഗേഷന്റെ അഡ്വൈസ് ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പം ദേവസ്വം ബോർഡിൽ ഞാൻ ഇതുവരെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ തിരക്കിയപ്പം പറഞ്ഞിരുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇറിഗേഷനിലേക്ക് മാറുവാണെങ്കിൽ ഞാൻ ഏതൊക്കെ ടെസ്റ്റ് എക്സ്ട്രാ എഴുതേണ്ടി വരും? ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഞാൻ ഈ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് ഈ ടെസ്റ്റ്? ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പോരാ. PW A കോഡും D കോഡും പാസ്സാകണം, മാനുവലും പാസ്സാകണം. അത് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ മാത്രം മതി എന്ന് പറഞ്ഞത് തെറ്റാണ്. എല്ലാ പേപ്പറും വേണം. PWD ജീവനക്കാർക്ക് പൊതുവിൽ ഒരു പേപ്പർ എത്ര ഉണ്ടോ അതെല്ലാം നിങ്ങൾക്കും വേണം, ദേവസ്വം ബോർഡിനും വേണം. അതായത് അക്കൗണ്ട് ടെസ്റ്റ് ലോവറും വിത്ത് പബ്ലിക് ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് കോഡ് ആൻഡ് PWD മാനുവൽ. എന്നാൽ നിങ്ങളൊരു മിനിസ്റ്റീരിയൽ ആണെങ്കിൽ മാനുവൽ വേണ്ട, ബാക്കിയെല്ലാം വേണം. ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ദേവസ്വം ബോർഡാണ് ഇപ്പം ഞാൻ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റ് മാറുവാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കണം ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്? അല്ല, ഇപ്പോഴത്തെ പരീക്ഷ ജയകൃഷ്ണൻ എഴുതി പാസ്സായാൽ ആ സർട്ടിഫിക്കറ്റ് മതി. ഇറിഗേഷനിലേക്ക് മാറിയാലും ആ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും. ടെസ്റ്റ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പാസ്സായിരുന്നാൽ മതി. ഓരോ വിഭാഗത്തിലും പ്രത്യേകം പോയി പാസ്സാവണ്ട. ഇറ്റ് ഈസ് കോമൺ. മനസ്സിലായില്ലേ? ഇനി ഈ പരീക്ഷ മിക്കവാറും ഇപ്പോഴത്തെ പരീക്ഷ ജൂൺ 30 വരെ പരീക്ഷ ഇല്ല. ജൂലൈയിലോ ഓഗസ്റ്റിലോ നടന്നു. നമ്മൾ എഴുതിയത് കിട്ടട്ടെ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ എഴുതുമ്പോൾ ഇറിഗേഷനിലാണെങ്കിൽ അവിടെ ഇരുന്ന് എഴുതിയാൽ മതി. PSCയുടെ സർട്ടിഫിക്കറ്റ് മതി. എന്നാൽ അവിടെ ഈ ഒരു വ്യത്യാസമുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്താണ്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഗസറ്റഡ് പോസ്റ്റിൽ ഡയറക്റ്റ് വരുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് തന്നെ എഴുതണം. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഓഫീസേഴ്സ്. എന്നാൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ, രണ്ടും ഗസറ്റഡ് പോസ്റ്റാണ്, രണ്ടും ശമ്പള സ്കെയിലുകളും ഒന്നാണ്. പക്ഷേ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന്റെ 4 പേപ്പറും എഴുതണം, അവരുടെ ഡിപ്പാർട്ട്മെന്റിൻ്റെതായ പേപ്പറും എഴുതണം. എന്നാൽ മെഡിക്കൽ ഓഫീസർമാർക്കോ, മെഡിക്കൽ ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്ന 2 പേപ്പർ PWD നോ, കേരള സർവീസ് റൂൾസും ഫിനാൻഷ്യൽ കോഡും മാത്രം മതി. അതിന് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എന്ന് പറയും. ക്വസ്റ്റ്യനോ സെയിം ആയിരിക്കും, പരീക്ഷയോ വ്യത്യസ്ത തീയതിയിലായിരിക്കും, പഠിക്കുന്നതോ ഒരേ പുസ്തകം, എഴുതുന്ന ക്വസ്റ്റ്യൻ 2, ചിലപ്പോൾ 2 ദിവസമോ പല ദിവസങ്ങളിലായിരിക്കും ഈ പരീക്ഷ നടക്കുന്നത്. ആ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ടെസ്റ്റ്, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് പാസ്സാകേണ്ട ഒരാൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിലെ KSRും ഫിനാൻഷ്യൽ കോഡും പാസ്സായാൽ പോരാ, അവർ എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് തന്നെ എഴുതി പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് പാസ്സാകേണ്ട ഒരാളായിരിക്കും. ഇതിപ്പോൾ ഒരു ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് പാസ്സായാൽ മതി. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ അറിയാതെ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് കൊടുത്തു പോയി. നിങ്ങൾ 4 പരീക്ഷയും എഴുതി, നിങ്ങൾ 4ഉം ജയിച്ചു, നിങ്ങളുടെ റിസൾട്ട് അംഗീകരിക്കില്ല. ആ 4ഉം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അത് പോരായിരുന്നു. നിങ്ങൾക്ക് ആ സീരീസ് ഓഫ് എക്സാമിൽ മറ്റൊരു ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർ പരീക്ഷ നടക്കും. നിങ്ങൾ അത് തന്നെ എഴുതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ PSC തരണം, എങ്കിലേ നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സായതായി കണക്കാക്കത്തുള്ളൂ. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുട്ടിയൊക്കെ അബദ്ധം പറ്റി. തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിലെ 1-2 ടീച്ചേഴ്സ് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതി, അവർ ജയിച്ചു, പക്ഷേ അത് അംഗീകരിച്ചില്ല. അവർ രണ്ടാമത്തെ ദിവസം 2ാം ബാച്ചിൽ അടുത്ത വർഷം വേറെ എഴുതി പാസ്സായി. അപ്പോൾ അവർ 2 പാസ്സായി. അങ്ങനെ വരും. ജയകൃഷ്ണന്റെ സംശയം തീർന്നാണ്? സാർ, ഞാൻ ഗീതു ആണ്. LSTD AE ആണ്. അതെ. LSTD ഏത് ബ്ലോക്കില്, ഏത് പഞ്ചായത്തില്? സാർ, ഞാൻ കൊട്ടാരക്കര ബ്ലോക്കില്. പറഞ്ഞു. സാർ, എനിക്ക് അറിയേണ്ടത് നമ്മളെ പ്രൊബേഷനും അതേപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നമ്മൾ പാസ്
അതായത് പറഞ്ഞു തരാം. അതിന്റെ ഒരു വ്യക്തതയാണ് സാർ. ആ പിന്നെന്ത്, അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് പഠിക്കാനല്ലേ. ശ്രദ്ധിച്ചോ, ഇപ്പോ നമ്മൾ എന്താണ് നമ്മുടെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് പ്രൊബേഷൻ? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രൊബേഷനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് കേൾക്കണമെന്നുണ്ടോ? പ്രൊബേഷനെ കുറിച്ച് ബാക്കി കേൾക്കണമെന്നുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാൻ ആ ഇമ്പാക്ട് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. പ്രൊബേഷനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ടോ? ഉണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്കത് അറിയണം. വാട്ട് ഈസ് പ്രൊബേഷൻ? നമ്മൾ KSRുമായി ബന്ധപ്പെട്ടാണ് ശരിക്ക് പ്രൊബേഷൻ വരുന്നത്. KSRലല്ല, കൂടുതൽ വരുന്നതും കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ്, KSSR. അതിലുമുണ്ട്, KSRലും ഉണ്ട്. അതായത് വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് പ്രൊബേഷൻ? ശ്രദ്ധിച്ചോ, എൻ്റെ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ്. പ്രൊബേഷൻ പീരീഡ് ഈസ് ദ പീരീഡ് ടു ഒബ്സർവ് യുവർ വർക്ക് ആൻഡ് കോണ്ടാക്ട്. ഞാൻ നിങ്ങളെ ചൂണ്ടിയാണ് വിരൽ ചൂണ്ടുന്നത്. യുവർ വർക്ക് ആൻഡ് കോണ്ടാക്ട്, നിങ്ങളെ ഓരോരുത്തരെയും എന്തിന്? ഫോർ വാട്ട്? ടു ഡിസൈഡ്. അപ്പൊ ഇറ്റ് ഈസ് ദ പീരീഡ് ടു ഒബ്സർവ് യുവർ വർക്ക് ആൻഡ് കോണ്ടാക്ട് ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസ് സൈലന്റ്ലി. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സ്വഭാവവും പ്രവൃത്തിയും ഡിപ്പാർട്ട്മെന്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ വാട്ട്? ഗിവിംഗ് ആൻ അവാർഡ് അല്ല, വെദർ യു ആർ ഫിറ്റ് ഓർ അൺഫിറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ് പെർമനന്റ്ലി. നിങ്ങൾ ആ തസ്തികയ്ക്ക് സ്ഥിരപ്പെടാൻ യോഗ്യനാണോ അല്ലയോ എന്ന് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ സ്വഭാവവും പ്രവൃത്തിയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നിരീക്ഷണകാലം, പ്രൊബേഷൻ പീരീഡ്. ഇഫ് ദ പ്രൊബേഷൻ പീരീഡ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി, യു വിൽ ബി റിമൂവ്ഡ് ഫ്രം സർവീസ് വിത്തൗട്ട് ഫർദർ നോട്ടീസ്. പ്രൊബേഷൻ പീരീഡ് തൃപ്തികരം അല്ല എങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാം? നിങ്ങളെ സർവീസിൽ നിന്ന് ഒരു നോട്ടീസ് പോലും തരാതെ പറഞ്ഞു വിടാം. കോടതിയിൽ പോയാൽ കൂടെയും നിങ്ങൾക്ക് അവസരമില്ല. കോടതി പോലും പറയില്ല പ്രൊബേഷൻ ഡിക്ലെയർ. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താണ്? ഹർ പ്രൊബേഷൻ പീരീഡ് ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. പോലീസ് റിപ്പോർട്ട് നിങ്ങൾക്കെതിരെ, ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി, സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കും. ഇതാണ് പ്രൊബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പീരീഡ് ടു ഒബ്സർവ് യുവർ വർക്ക് ആൻഡ് കോണ്ടാക്ട് ബൈ ഹോം? ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റി. ഫോർ വാട്ട്? ടു ഡിസൈഡ് വെദർ യു ആർ ഫിറ്റ് ഓർ അൺഫിറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ്. ഈ പ്രൊബേഷൻ പീരീഡ് സർവീസിൽ നിങ്ങൾക്ക് 2 വർഷമുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസിന് 1 വർഷവും അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസിന് 2 വർഷവുമാണ്. പക്ഷേ ഈ 2 വർഷവും നിങ്ങൾ 3 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ പ്രൊബേഷൻ വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. അപ്പോൾ അവിടെ 3 years നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ലെങ്കിലോ there are 2 ways before the government. 2 വഴി ഗവൺമെന്റിന് മുന്നിൽ. ഒന്ന് കൈപിടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ യുവർ പ്രൊബേഷൻ പീരീഡ് വിൽ എക്സ്റ്റെൻഡ്. ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും പ്രൊബേഷൻ പീരീഡ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അതിനൊക്കെ കണക്കുകളുണ്ട്, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്നുള്ളത്. അത് KSRനകത്ത് വരുന്നതാണ്. അപ്പൊ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സർവീസിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് എപ്പോഴും ആ ഒരു ഭയത്തോടു കൂടി വേണം നമ്മൾ സർവീസിലിരിക്കാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എൻ്റെ ഓഫീസിൽ 10 വർഷമായിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഉണ്ട്. അവർ എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷനിൽ നിൽക്കുന്നവരാണ്. അവർക്ക് 1ാമത്തെ ഇൻക്രിമെന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 2 വർഷം സർവീസിൽ പ്രൊബേഷൻ ഉള്ള ഒരാളിന് സർവീസിൽ വന്നാൽ അവന് 1ാമത്തെ ഇൻക്രിമെന്റ് മാത്രം കൊടുത്ത് അവിടെ നിർത്തുകയും പിന്നീട് അവന് 2ാമത്തെ ഇൻക്രിമെന്റ് എന്നെങ്കിലും കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അവന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ 2ാമത്തെ ഇൻക്രിമെന്റ് കിട്ടത്തുള്ളൂ. ഇതാണ് പ്രൊബേഷൻ. ഇനി നമ്മുടെ പ്രൊബേഷൻ ആരൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നത്? 1 വർഷം വരെയുള്ള എക്സ്റ്റൻഷൻ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കും അതിനുമേലെ ഗവൺമെന്റുമാണ്. ഇതാണ് നമ്മുടെ പ്രൊബേഷൻ. അപ്പോൾ പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് 1 ഇൻക്രിമെന്റ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ പ്രൊബേഷൻ നീണ്ടുപോകുന്ന സാഹചര്യം ഏതാണ്? ഒന്നുകിൽ നമ്മൾ ടെസ്റ്റുകൾ പാസ്സാകാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുത്തത് കൊണ്ടാകാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിനുള്ള സാഹചര്യം. മനസ്സിലായില്ലേ? ഇതിനകത്ത് നിങ്ങൾ പ്രൊബേഷൻ ടെസ്റ്റുകൾ പാസ്സാകാതെ നിന്നാൽ നിങ്ങളുടെ പ്രൊബേഷൻ അനിശ്ചിതമായിട്ട് നീണ്ടുപോകും. പക്ഷെ 3 കൊല്ലത്തിനകത്തും നിങ്ങൾ പ്രൊബേഷൻ പൂർത്തിയാക്കിയില്ല, നിങ്ങൾ പരീക്ഷ പാസ്സായില്ല, 3 വർഷം കഴിഞ്ഞതിൻ്റെ പിറ്റെന്ന് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞതിൻ്റെ പിറ്റെന്ന് ഒരു വേക്കൻസി വന്നിരിക്കുന്നു, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നിങ്ങളുടെ ജൂനിയർ ടെസ്റ്റ് പാസ്സായി നിൽക്കുകയാണ്. ഈ വേക്കൻസി ആർക്ക് പോകും? ആ വേക്കൻസിന്മേൽ യു ഹാവ് നോ റൈറ്റ്. യുവർ ജൂനിയർ വിൽ പ്രൊമോട്ട്. നിങ്ങൾ ആജീവനാന്തം നിങ്ങളുടെ ജൂനിയറായി നിങ്ങൾ റിട്ടയർ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അയാളെ സാറേ എന്ന് വിളിക്കേണ്ടി വരും. അയാൾ നിങ്ങൾക്ക് മേലേ വരും. നിങ്ങളോട് ലേശം വിരോധം ഉണ്ടെങ്കിൽ അയാൾ ബെല്ലടിച്ച് നിങ്ങളെ വിളിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർവീസിൽ വന്നാൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ വരുന്ന ദോഷം. ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ LD ക്ലർക്കായിട്ട് സർവീസിൽ കയറുന്ന സമയത്ത്, പാലക്കാട് ജില്ലയിലാണ് ഞാൻ സർവീസിൽ കയറിയത്.
അന്ന് പാലക്കാട് ജില്ലയിൽ നാഷണൽ ഹൈവേയുടെ ഒരു ഓഫീസിലാണ് സർവീസിൽ കയറിയത്. അന്ന് വളരെ ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രായത്തിലാണ്, വളരെ ചെറുപ്പത്തിലെ ജോലി കിട്ടിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ആകാൻ 12 വർഷം വേണമായിരുന്നു. 12 വർഷം. ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. എല്ലാവരും പറഞ്ഞത് എന്താണ്, നിങ്ങൾക്കൊക്കെ ഇനി 10-12 വർഷത്തിനകത്ത് ടെസ്റ്റ് പാസ്സായാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. മതി, അന്ന് അപ്പോഴേ പ്രൊമോഷനുള്ളൂ. പക്ഷേ ഞങ്ങൾ ആ ഒരു പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റേജ്, പഠിക്കണം എന്നുള്ള മോഹം അപ്പോഴും മനസ്സൊന്നും മാറിയിട്ടില്ല. ഫസ്റ്റ് ചാൻസിന് അന്ന് ഇതുപോലെ ക്ലാസ് എടുത്തു തരാനൊന്നും ആരുമില്ല, പൈസ കൊടുത്താലും ക്ലാസ് എടുത്തു തരാൻ ആരുമില്ല. പക്ഷെ അന്നത്തെ ടെസ്റ്റ് എളുപ്പമാണ്, ഒബ്ജക്റ്റീവ് അല്ല. ഫസ്റ്റ് ചാൻസിന് പരീക്ഷ എഴുതി 14 പേപ്പർ എഴുതി 12 എണ്ണം ഒരുമിച്ച് കിട്ടി. ആ റിസൾട്ട് വന്ന് നിന്നപ്പോഴാണ് 85-ൽ ഒരു പെയർ റിവിഷൻ ഓർഡർ വരുന്നു. LD ക്ലർക്കിന്റെയും UD ക്ലർക്കിന്റെയും പ്രൊമോഷൻ റേഷ്യോ 1:1 ആയി. ഒരു LD ക്ലർക്കിന് ഒരു UD ക്ലർക്ക്. ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിഫൈഡ് ഹാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടാത്തൊരവസ്ഥ വന്നു. സീനിയേഴ്സ് എല്ലാം ടെസ്റ്റ് ഇല്ലാതെ നിൽക്കുകയാണ്. ഞങ്ങൾ സർവീസിൽ കയറി 2 വർഷം കഴിഞ്ഞ മുഴുവൻ പേരും തികഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ വി വെയർ പ്രൊമോട്ടഡ് ആസ് UD ക്ലർക്ക്. ശമ്പളത്തിൽ എത്ര രൂപ മാറ്റം വന്നു, എത്ര പേരുടെ സീനിയറായി എന്നറിയുമോ? അതിൽ പലരുടെയും സീനിയറായി എത്രയോ നാൾ എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. അതാണ് ഇതിൽ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പങ്കുവച്ചത്. എനിക്ക് സർവീസിലുണ്ടായ നേട്ടം ഞാൻ ചെന്ന ഉടനെ ടെസ്റ്റ് പാസ്സാകാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ അവസാനം ഈ പോസ്റ്റിൽ പോലും എത്തുമായിരുന്നില്ല. എൻ്റെ സീനിയറായിട്ടുള്ള പലരും എൻ്റെ കീഴിൽ പിന്നീട് ജോലി ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം. അവർക്ക് അതിൻ്റെ ഈഗോയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സെറ്റിറ്റി അവർ എന്നോട് കാണിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ അവരെയൊക്കെ ഒതുക്കി, അത് വേറെ കാര്യം. ഇനി എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് പാസ്സാകുന്നതിൽ ഒരു അമാന്തവും കാണിക്കരുത്. എവിടെയെങ്കിലും പോയി അത് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തോ പറയട്ടെ, നിങ്ങൾ കരുതുന്ന മാതിരിയല്ല. KSR സർവീസ് റൂൾസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് സർവീസ് റൂൾസ്. എന്നോടൊപ്പം ഒത്തിരി ഹാൻഡ് റൈസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഈ സംശയം തീർത്തോട്ടെ, ഒരു മിനിറ്റ്. യെസ്, സോറി. അപ്പോൾ ഈ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊബേഷൻ നീണ്ടുപോകും. പ്രൊബേഷൻ പീരീഡിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിലുള്ള ഒരാൾ, അതായത് ഒരു ക്ലറിക്കൽ കേഡറിലുള്ള ഒരാൾക്ക് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു പേപ്പർ പാസ്സായാൽ മതി. ബട്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഗസറ്റഡ് ഓഫീസർ, ദാറ്റ് മീൻസ് ആൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ, he must pass അക്കൗണ്ട് ടെസ്റ്റ് ലോവർ വിത്ത് ഓൾ PWD ടെസ്റ്റ്. മനസ്സിലായോ ഞാൻ ഈ പ്രൊബേഷനെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ സംശയം ചോദിച്ചാരാണ്? സർ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പം നമ്മൾ 2 years കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് പാസ്സായില്ല. പക്ഷെ ചിലർ പറയുന്നുണ്ട് നമ്മൾ എന്നാണോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് 2 years കഴിഞ്ഞ അത്രയും വരെ നമുക്ക് ആയിട്ട് ചിലപ്പം സാലറി കിട്ടുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ടെസ്റ്റ്, അത് ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റ് പാസ്സായി നിൽക്കുകയാണ്. നിങ്ങൾ 2 വർഷത്തിനകത്ത് ടെസ്റ്റ് പാസ്സായി പ്രൊബേഷൻ പീരീഡിൽ നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാമായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൻ്റെതായ ഡിലേ കൊണ്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ഉത്തരവ് തരാൻ 1-2 വർഷം വൈകിയാലും യുവർ പ്രൊബേഷൻ വിൽ ഡിക്ലെയർ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട്. മുൻകാല പ്രാബല്യത്തിൽ നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തരികയും മുഴുവൻ പേ ആൻഡ് അലവൻസസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. കേട്ടോ? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകുന്നത് കൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. ബാക്ക് ഡേറ്റ് വെച്ചിട്ട് തന്നെ ഉത്തരവാക്കി. ഉത്തരവ് പുതിയ തീയതിയിലാണെങ്കിലും പ്രൊബേഷന്റെ എഫക്ട് നമുക്ക് ഏത് തീയതിയിൽ തരും? ബാക്ക് ഡേറ്റ് വെച്ചിട്ട്, നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ഡേറ്റ് വെച്ചിട്ട് 2 വർഷം തികയുന്ന തീയതി അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സായ തീയതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തരും. അതിൽ നഷ്ടമൊന്നുമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ കൊണ്ട് വൈകി എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളെ ബാധിക്കുന്നില്ല. അരിയർ കിട്ടും. എത്ര വർഷം കഴിഞ്ഞാലും ഫുൾ അരിയറും തരും. ചോദിച്ചോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് തന്നെയാണോ സംശയം? അതെ സർ, ഇത് തന്നെയായിരുന്നു. ചോദിച്ചോ. ഇങ്ങനെ നിങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുക. സർ, അതേപോലെ നമ്മൾ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ വൺസ് ഈ ടെസ്റ്റ് ഫുൾ പാസ് ആയതിനു ശേഷം എന്തൊക്കെയാണ് പേപ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്? നിങ്ങൾ ടെസ്റ്റ് പാസ്സായാൽ PSC പബ്ലിക് സർവീസ് കമ്മീഷന് അപ്ലൈ ചെയ്യണം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിങ്ങിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ ആ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഒരിക്കലും നിങ്ങൾ ഓഫീസിൽ കൊടുക്കരുത്. ഒറിജിനൽ കൊടുത്ത് സർവീസ് ബുക്കിൽ എൻട്രി വരുത്തണം. എൻട്രി വരുത്തിയിട്ട് ബുക്ക് വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ട് ഭദ്രമാക്കി വെക്കണം. ഇതൊന്നും വേണ്ടി വരും. എന്നിട്ട് അതിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് ഓഫീസിൽ കൊടുത്തിരുന്നാൽ മതി. പ്രൊമോഷൻ ആകുന്ന സമയത്ത്
അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വകുപ്പ് അധ്യക്ഷൻ എവിടെയാണോ സീനിയാരിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് അവർ ആ വിവരം ഹയർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യും. അവിടെ നിങ്ങളുടെ സീനിയാരിറ്റി ലിസ്റ്റിന് നേരെ നിങ്ങളുടെ സീനിയാരിറ്റി ലിസ്റ്റ് ഫർണിഷ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത തീയതിയും അവർ അതിൽ റിമാർക്ക് കോളത്തിൽ എഴുതിയിടും. അല്ലെങ്കിൽ പ്രൊമോഷൻ ആകുന്ന സമയത്ത് അവർ ആൾക്കാരുടെ ആ ലിസ്റ്റിൽപ്പെട്ട എത്ര പേർക്ക് പ്രൊമോഷൻ കൊടുക്കാം എന്നുള്ളത് വെച്ചുകൊണ്ട് സബോർഡിനേറ്റ് ഓഫീസേഴ്സിൽ നിന്ന് ലിസ്റ്റ് കാൽഫർ ചെയ്യും. അപ്പൊ നിങ്ങളുടെ പ്രപ്പോസൽ അതിനോടൊപ്പം പോകണം. മനസ്സിലായില്ലേ? ഓക്കെ സാർ. ഓക്കെ. അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കണം. ഒരു പ്രൊമോഷൻ എടുക്കുമ്പോൾ അപ് ടു ഡേറ്റ് ഇൻകംബൻസി കാൽഫർ ചെയ്തിട്ടേ പ്രൊമോഷൻ എടുക്കാറുള്ളൂ. കാരണം പലരും പിന്നീട് ടെസ്റ്റ് പാസ്സായവരുണ്ടാവും. അപ്പോൾ അത് അപ് ടു ഡേറ്റ് ചോദിച്ചിരിക്കണം, എന്നിട്ടേ പ്രൊമോട്ട് ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ സീനിയാരിറ്റി ലിസ്റ്റ് ഫർണിഷ് ചെയ്യുമ്പോൾ നമ്മുടെ സീനിയാരിറ്റി ലിസ്റ്റിന്റെ പേരിന്റെ താഴെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് അഡ്വൈസ്, ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓർഡർ, ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ടു സർവീസ്, നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ, അത്രയും ഉണ്ടാകും സീനിയാരിറ്റി ലിസ്റ്റിൽ. അതാണ് അതിന്റെ ഫോർമാറ്റ്. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ. അങ്ങനെ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. 1 മിനിറ്റ് നമുക്ക് കളയാനില്ല. ചോദിച്ചോ. ഹലോ, ചോദിക്കേ. സാറേ, നമുക്ക് ഗസറ്റഡ് എൻഡേറ്റ്മെന്റ് രജിസ്റ്ററും ഉണ്ട്, സർവീസ് ബുക്കും ഉണ്ട് നമ്മുടെ ഈ ഗസറ്റ് ഓഫീസിന്. അതെ. അപ്പൊ ഈ പ്രൊബേഷൻ പേപ്പർ അയക്കുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞ സർവീസ് ബുക്ക് രേഖപ്പെടുത്തണമെന്ന്. ഇത് ശരിക്കും നമ്മുടെ സർവീസ് ബുക്കെല്ലാം ചീഫ് എഞ്ചിനീയർ ഓഫീസിലും ജി രജിസ്റ്റർ എല്ലാം അക്കൗണ്ട് AG ഓഫീസിലുമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ ഒരു ഇന്റർലിങ്ക് വരുന്നത്? പറഞ്ഞുതരാം. ഒരു NGO ഗസറ്റഡ് ഓഫീസറായി കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ സർവീസ് ബുക്ക് എന്ന് പറയുന്നത് GE രജിസ്റ്റർ ആണ്, ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ ആണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ സർവീസ് ബുക്ക് സൂക്ഷിക്കുന്നത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ആണെങ്കിലും നിങ്ങളുടെ സർവീസ് ബുക്കിൽ യാതൊരു എൻട്രിയും അവിടെ നിന്ന് വരുത്തുന്നില്ല. അത് അവിടെ കെട്ടിവച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഒരു എൻട്രിയും അതിനകത്ത് ഇടുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു സർക്കുലർ വന്നിട്ടുണ്ട്, അവർക്കും സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യണമെന്നും മെയിൻറ്റെയിൻ ചെയ്യണമെന്നും. ഒരു എൻട്രിയും അതിൽ ചെയ്യാൻ പറ്റുകയുമില്ല, ചെയ്യുന്നതുമില്ല. കാരണം നിങ്ങളുടെ ലീവ് സാങ്ഷൻ ചെയ്യുന്നത് ചീഫ് എഞ്ചിനീയർ ഓഫീസർ, കൺസേൺഡ് ഓഫീസർ സാങ്ഷൻ ചെയ്ത് AGക്ക് കൊടുക്കുന്നു, ഓതറൈസേഷൻ തരുന്നത് AG അല്ലേ? നിങ്ങളുടെ ഇൻക്രിമെന്റ് സാങ്ഷൻ ചെയ്ത് തരുന്നത് AG. ഒരിക്കലും ആ എൻട്രി നിങ്ങളുടെ സർവീസ് ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്രൊമോഷൻ ലിസ്റ്റ് കാൽഫാർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയർഅബൌട്ട്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന പെർഫോമയിൽ ഈ ടെസ്റ്റ് പാസ്സായ വിവരം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് പാസ്സായ വിവരം ടെസ്റ്റ് പാസ്സായാൽ ഉടൻ നിങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിങ്ങളുടെ AXE മുഖാന്തരം നിങ്ങൾക്ക് അത് ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന സീനിയാരിറ്റി ലിസ്റ്റിന് നേരെ നിങ്ങൾ ടെസ്റ്റ് പാസ്സായി എന്നുള്ള വിവരം കൂടി അവർ രേഖപ്പെടുത്തും. ഇതാണ് അതിന്റെ പ്രോസസ്. ഒരിക്കലും നിങ്ങളുടെ സർവീസ് ബുക്ക് അപ്ഡേറ്റ് അല്ല പിന്നീട് എൻ്റെത് ഉൾപ്പെടെ എല്ലാം അവിടെ. ഇപ്പോഴും എൻ്റെ സർവീസ് ബുക്ക് അടുത്ത കാലത്ത് ഞാൻ പോയി എടുത്തിരുന്നു. എനിക്കൊരു ഇൻക്രിമെന്റ്, ഒരു പേ സ്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് AGക്ക് ഒരു ഫിക്സേഷൻ സ്റ്റേറ്റ്മെന്റ് അയക്കണമെന്നുള്ളത് കൊണ്ട് എൻ്റെ സർവീസ് ബുക്ക് ഞാൻ ഗസറ്റ് ഓഫീസർ ആയതിനു ശേഷം ഒരു എൻട്രി അതിനകത്തില്ല. ലാസ്റ്റ് എൻട്രി മീൻസ് എന്നാണോ ഞാൻ ഗസറ്റ് ഓഫീസർ ആയത് അത് തന്നെയാണ് എൻ്റെ ലാസ്റ്റ് എൻട്രി. ഒന്നും ഇടത്തില്ല, ഇടുകയുമില്ല. പക്ഷെ അതവിടെ സൂക്ഷിക്കുന്നതാണ് കേട്ടോ. പക്ഷെ AGക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അത്. കാരണം സെക്കൻഡ് ഇൻക്രിമെന്റ് തരുന്നത് ആരാണ്? സെക്കൻഡ് വകുപ്പ് അധ്യക്ഷന് നിങ്ങൾ പ്രൊപ്പോസലായിട്ട് കൊടുക്കണം. കാരണം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരുന്നത് വകുപ്പ് അധ്യക്ഷനാണ്. അപ്പോൾ വകുപ്പ് അധ്യക്ഷൻ ഓഫീസിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുള്ള ലിസ്റ്റ് അവർ നിങ്ങളുടെ ഒരു ഇൻകംബൻസി രജിസ്റ്റർ അവിടെ ഉണ്ട്, അതിലവർ എഴുതിക്കോളും. ഈ വകുപ്പ് അധ്യക്ഷന്റെ ഓഫീസിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്, ഒരു പേജ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതിനകത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ക്വാളിഫിക്കേഷനും എല്ലാം അതിനകത്തിരിപ്പുണ്ട്. ഇൻഡിവിജ്വൽ ഇൻകംബൻസി രജിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട്. ഓക്കെ സാർ, അതായത് നമ്മുടെ പേപ്പറെല്ലാം പാസ്സായതിനു ശേഷം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് വഴി നമ്മൾ PSC അപ്ലൈ ചെയ്യുന്നു. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടിയതിനു ശേഷം ഡിപ്പാർട്ട്മെന്റ് നേരെ അത് AGക്ക് കൊടുക്കുമ്പോൾ AGയും നിങ്ങളുടെ GE രജിസ്റ്ററിൽ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സെക്ഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെക്ഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കറക്റ്റ്, സെക്ഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അഥവാ ഇവരിപ്പോ നമ്മള് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ചിലര് കാലതാമസം, ഒരു ഈ ക്ലർക്കുമാരെ ചിലപ്പോ അത് അയക്കാനൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തില് നമ്മുടെ ചിലപ്പോ താമസിച്ചു പോകത്തില്ലേ? താമസിച്ചു പോയാൽ നമ്മുടെ ഒരു ഫോളോ അപ്പും അതിൽ ഇല്ലെങ്കിൽ വി വിൽ സഫർ. അവർക്കതൊരു വംശം മാത്രമാണ്. സഫർ ചെയ്യുന്ന ആരാണ്? നമ്മളായിരിക്കും. ശരിയാണ്. ഓക്കെ ഓക്കെ. അടുത്തത് പറഞ്ഞോ. കഴിഞ്ഞത്.
അടുത്ത ആള് ഇപ്പൊ എന്തുവാണ് സ്മിതയ്ക്ക് എന്തുവാണ് സ്മിതയാണോ ഇപ്പൊ ചോദിച്ചത്? ഗോപി ഗോപി ചോദിച്ചോ. അല്ല ഇപ്പൊ ചോദിക്കുന്നത് ആരാണ്? സുധീഷ്. പറഞ്ഞോ ഉദീഷ്, പറഞ്ഞോ എന്തുവാണ്? ഒരു സംശയം സാറേ. ഹലോ, പറഞ്ഞോ കേൾക്കാമോ? പറഞ്ഞോ കേൾക്കാം, പറഞ്ഞോ. രണ്ടുപേര് എന്നെക്കാൾ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് സർവീസ് കയറിന്നിരിക്കട്ടെ. ആ പക്ഷെ അദ്ദേഹം എന്നെക്കാൾ മുമ്പ് സർവീസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു. ആ പക്ഷെ എനിക്കിപ്പോ 2 പേപ്പറൂടെ കിട്ടാനുണ്ടെങ്കിൽ ആ. നിലവിൽ വേക്കൻസി ഒന്നുമില്ല. ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് അല്ലല്ല ഉദീഷിന് ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങളിൽ 3 പേരിൽ സീനിയർ ആരാണ്? ഉദീഷാണോ സീനിയർ? ഞാനാണ് സീനിയർ സാറേ. പക്ഷെ എനിക്ക് ഇനിയിപ്പോ 2 പേർ ഞാൻ പറഞ്ഞുതരാം. പ്രൊബേഷന് ശേഷം നാളെയാണ് ഒരു വേക്കൻസി വരുന്നത്. ഞാനും അതിലുണ്ട്. ഉദീഷാണ് സീനിയർ, ഉദീഷ് 1ാമൻ, ഞാൻ 3ാമൻ. ഞാൻ സർവീസിൽ കയറി 10 വർഷം മുമ്പേ ടെസ്റ്റ് പാസ്സായി. ഉദീഷ് ടെസ്റ്റ് നിന്ന് പാസ്സാവാതെ ഇങ്ങനെ പരീക്ഷാ ഹാളില് അല്ല, ടെസ്റ്റ് രാവിലെ 7 മണിക്കാണല്ലോ, നമ്മൾ ഉറങ്ങിപ്പോയി. പക്ഷെ ഉദീഷ് ഉണർന്ന് പരീക്ഷ എഴുതിയത് മെനഞ്ഞാന്നാണ്. ഇന്നലത്തെ ടെസ്റ്റും പാസ്സായി. വേക്കൻസി വരുന്നത് നാളെ. ആർക്ക് തന്നെ തരും? ഉദീഷിന് തന്നെ തരണം. അപ്പോ ആ വേക്കൻസി വരുന്നതിന് മുൻപ് സീനിയർ എന്ന് പാസ്സായിരുന്നാലും മതി. ആദ്യം പാസ്സായതിന്റെ പേര്. അതേസമയം ഈ വേക്കൻസി ഇന്നലെ വന്നിരുന്നെങ്കിൽ ആർക്ക് പോകുമായിരുന്നു? എന്റെ സാറിന് വന്നെ ജൂനിയറായ സംശയം തീർന്നോ സാറേ? ഇപ്പൊ നമ്മുടെ ഈ പ്രൊബേഷൻ പീരീഡിൽ ഇപ്പൊ ഈ കൊറോണ കാരണം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ വിളിച്ച എക്സാം ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. നമുക്ക് സാധാരണഗതിയിൽ പ്രൊബേഷൻ ഡിക്ലറേഷന് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ ഡേറ്റ് എടുക്കുന്നത് ആ സീരീസ് ഓഫ് എക്സാം ലാസ്റ്റ് നടന്ന ഡേറ്റും അത് പ്രൊമോഷൻ വരുമ്പോൾ എക്സാമിന്റെ റിസൾട്ട് ഡേറ്റുമാണ്. മനസ്സിലായില്ലേ? അത് KSSR എടുത്ത് പറയുന്നുണ്ട്. അതിന് പ്രത്യേക ഉത്തരവുകളും ഉണ്ട്. പക്ഷെ പരീക്ഷ നടക്കാൻ വൈകിയതിന്റെ പേരിൽ എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നതിന് നമുക്കൊരു ക്ലെയിമും ഇല്ല. ഓക്കെ സാറേ, താങ്ക് യു സാറേ. ഇനി പരീക്ഷ നടന്നു, റിസൾട്ട് വരാൻ 2 വർഷം വൈകിയിരുന്നെങ്കിലും പ്രൊബേഷന്റെ കേസിൽ നമുക്ക് അന്നത്തെ പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് വെച്ച് തന്നേനെ. അതെ സാറേ. ഈ 3 വർഷം കഴിഞ്ഞിട്ട്, അതായത് 2 വർഷമാണല്ലോ നമ്മുടെ പ്രൊബേഷൻ പീരീഡ് സാറേ. അത് കഴിഞ്ഞ് 3 വർഷം അതിനുള്ളിൽ നമ്മൾ ക്ലിയർ ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അതെ, 3 വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നഷ്ടമുണ്ടാവുമോ അതിനകത്ത്? 2 വർഷത്തെ പ്രൊബേഷൻ 3 വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്താലും വേറെ നഷ്ടമൊന്നുമില്ല. 2ാമത്തെ ഇൻക്രിമെന്റ് കിട്ടാൻ കുറച്ച് വൈകും എന്നുള്ളതേ ഉള്ളൂ. 3 വർഷത്തിനാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. 3 വർഷത്തിനകത്താണെങ്കിൽ 3ാമത്തെ ഇൻക്രിമെന്റ് നിങ്ങൾക്ക് സർവീസിൽ കയറിയ 1ാം വർഷത്തിന്റെ 1ാം തീയതി തന്നെ കിട്ടും. ആ മാസത്തിന്റെ 1ാം തീയതി തന്നെ കിട്ടും. ഈ 3 വർഷം കഴിഞ്ഞാണെങ്കിലോ സാറേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അത് ഇൻക്രിമെന്റിൽ വരുന്നൊരു ചാപ്റ്ററാണ്. 3 വർഷം കഴിഞ്ഞാലും ടെസ്റ്റ് പാസ്സാകാൻ വൈകിയത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമില്ല. അത് KSRൽ വരുന്ന ഭാഗമാണ്. അത് ഇൻക്രിമെന്റ് പഠിപ്പിക്കുമ്പോഴേ അത് വ്യക്തമായിട്ട് എഴുതി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിശയം തോന്നുന്നത്. കാരണം ഇതിലെനിക്കൊരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ഒരു 1.5 വർഷം മുൻപ് ഞാൻ IMGയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു 3 പേര് ആലുവെന്ന് വന്നവരാണ് അവർ. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്ത് ഈ വിഷയം, അവർ ഇൻക്രിമെന്റാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇൻക്രിമെന്റിന്റെ ക്ലാസ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ 1 മണിക്ക് ഞാൻ IMGയുടെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇവർ 3 പേര് എന്നെ കാത്തു വന്ന് നിൽക്കുകയാണ്. ഇവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ലായിരുന്നു, വൈകി. പക്ഷെ വൈകിയതിന് ശേഷം ആ ഓഫീസിൽ നിന്ന് ഇൻക്രിമെന്റ് അനുവദിച്ചതിന്റെ പേരിൽ അയാൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. അയാൾ എന്നോടൊന്ന് ചോദിച്ചു, ഞാനത് കിട്ടും എന്ന് പറഞ്ഞു. അയാൾ അവസാനം അത് എഴുതി കൊടുത്തു, അത് കിട്ടി. 8.5 ലക്ഷം രൂപ അയാൾക്ക് കുടിശ്ശികയും കിട്ടി. പേ ഫിക്സേഷൻ ആ ഓഫീസിൽ ഇരുന്നവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വന്നൊരു പിശകായിരുന്നു. അത് ഇൻക്രിമെന്റിൽ വരുന്നൊരു ചാപ്റ്ററാണ്. നിങ്ങളത് വളരെ ആധികാരികമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർവീസിൽ വരുന്ന ഒരാളിന് സർവീസിൽ വന്ന് ടെസ്റ്റ് പാസ്സാകണമെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഏതെങ്കിലും അറിയാം എന്ന ഒരാളിൽ നിന്ന് പോയി പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമാവും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ട്രാപ്പിൽ പെടത്തില്ല. അതാണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കോഡ് റൂൾ അറിഞ്ഞിരുന്നാലുള്ള ഗുണം. പലർക്കും ഇല്ലാത്തതും അതാണ്. പേടിയാണ് എല്ലാവർക്കും, പേടി. ആരെങ്കിലും നിങ്ങൾ പോയി ഒരാളോട് സംശയം ചോദിക്കും. ഈ സംശയം പറഞ്ഞു തരാൻ നിങ്ങൾ ചോദിക്കുന്ന ആളിന് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അയാൾ ഒരിക്കലെങ്കിലും അയാൾ അറിയില്ല എന്ന് സമ്മതിക്കുമോ? ഇല്ല. അയാൾ പറയുന്നത് എന്തായിരിക്കും? പക്ഷെ അത് ഞങ്ങൾ പണ്ട് സർവീസിൽ കയറിയപ്പോൾ ഉള്ള റൂൾ അല്ല ഇപ്പോഴത്തെ റൂള്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു കേട്ടോ അനിയ. പണ്ട് ഇതൊന്നും ആയിരുന്നില്ല. ഇയാൾ അത് പറഞ്ഞങ്ങ് മാറുകയാണ്.
പക്ഷേ അയാൾക്കത് അറിയില്ല എന്ന് അയാൾ സമ്മതിക്കുമോ? ഇല്ല. അറിയാവുന്നവർ പറഞ്ഞു തരും അത് അങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്കറിയില്ല. ഒരു 90% പേരും നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ സർവീസ് റൂൾസ് ചോദിച്ചാൽ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. അവർ തെറ്റ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാമായിരുന്നു. നമുക്കറിയില്ല, അതുകൊണ്ടാണ് പറ്റുന്നത്. അതാണ് സർവീസ് റൂൾസ്. ജോലി കിട്ടിയാൽ ഉടൻ പരീക്ഷയ്ക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. പറഞ്ഞോ, ചോദിച്ചോ? സാർ, ഞാൻ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണേ. ഹലോ, ചോദിച്ചോ, കേൾക്കാം. സാർ, ഞാൻ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണേ. സാർ, എനിക്ക് ഇപ്പോഴേ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി എടുക്കാമല്ലോ? പിന്നെന്ത്, എന്നോടൊപ്പം എത്ര സെക്കൻഡ് ഗ്രേഡ് ഓവർസിയേഴ്സും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയേഴ്സും ടെസ്റ്റ് എടുക്കുന്ന ലിസ്റ്റ് ഞാൻ അയച്ചു തരാം. അവരൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. സാർ, 1-2 ഡൗട്ട് ഉണ്ട് സാർ. ഈ ടെസ്റ്റ് അല്ലാതെ ഞാൻ ആദ്യം വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടുത്തെ സർവീസ് ഇപ്പൊ ഞാൻ PWD വർക്ക് ചെയ്യുന്നത്. എടുക്കത്തില്ല, അവിടുത്തെ സർവീസ് ഇവിടെ എടുക്കത്തില്ല. അതെന്താ സാർ എടുക്കാത്ത? പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ടേ സാർ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലീവ് സറണ്ടർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു വാട്ടർ അതോറിറ്റിയില്. പിന്നെ ഞാൻ അവിടുന്ന് റിലീവ് ചെയ്ത ശേഷം ലീവ് സറണ്ടർ കൊടുത്തപ്പോ അവിടുന്ന് ഇവിടുന്ന് പോയത് കൊണ്ട് ഇനി തരത്തില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അതെന്തുകൊണ്ട് സാർ? അത് തരത്തില്ല. ഇനി നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉപേക്ഷിച്ച് പോകുമ്പോൾ അതുവരെയുള്ള ലീവ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് തരാൻ നിയമമില്ല. ആ വർഷം അവിടെ ഉണ്ടായിരുന്നപ്പോ 30 ലീവ് സറണ്ടർ ചെയ്തിരുന്നു ആ വർഷത്തെ? അല്ല സാർ, ഞാൻ 3 വർഷം വർക്ക് ചെയ്തിരുന്നു. ലാസ്റ്റ് 3 വർഷം വർക്ക് ചെയ്തു. റിലീവ് ചെയ്യണേന്റെ തലേ ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. 3 വർഷത്തെ ഇല്ല, തന്നില്ല. അത് പിന്നീട് നമ്മൾ റിലീവ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഏൺഡ് ലീവ് ചോദിച്ചെങ്കിൽ തരണമായിരുന്നു അവർ. കാരണം അന്ന് വി ആർ ഇൻ സർവീസ്. പിറ്റേ ദിവസം അന്ന് തന്നില്ല. പിന്നെ അത് പാസ്സാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്ന് ഞാൻ പിന്നെയും അത് അവരുടെ അടുത്ത് പറ. റിലീവ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഏൺഡ് ലീവ് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ തരാൻ അവർക്ക് ബാധ്യതയുണ്ട്. കാരണം നമ്മൾ റിലീവ് ചെയ്യുമായിരുന്നില്ലെങ്കിലോ നമുക്ക് തരണ്ടേ? അത് പിന്നീട് അവിടുത്തെ AO പറഞ്ഞത് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയ ആൾക്കാർക്ക് കൊടുക്കണ്ട എന്നാണ്. അത് പോയതെങ്കിലും നമ്മൾ സർവീസിൽ ഉണ്ടായിരുന്ന ആ ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ നിയമയുദ്ധം നടത്തിയാൽ അവർ തന്നേ മതിയാവും. ഒരു വർഷത്തെ കിട്ടൂല്ലേ സാർ? അത് 3 വർഷത്തെ തരുമോ? ഇല്ല, 3 വർഷത്തെ ആ ഒരു വർഷത്തെ സറണ്ടർ ചെയ്ത് തരാമായിരുന്നു റിലീവ് ചെയ്യുന്നതിന് മുൻപുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ. ആപ്ലിക്കേഷൻ മുന്നത്തെ ഡേറ്റാ സാർ കൊടുത്തത്, പക്ഷെ തരേണ്ടതാണ്. കാരണം നമ്മൾ കൊടുത്തതിന്റെ അന്ന് തന്നെ സറണ്ടർ ചെയ്ത് തരാമായിരുന്നല്ലോ. അവർ വച്ചുകൊണ്ടിരുന്നിട്ടാണല്ലോ നമ്മൾ ഇന്ന് റിലീവ് ചെയ്തേണ്ടി വന്നത്. സാർ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പ്രൊബേഷൻ ഡിക്ലെയർ ആയിട്ടില്ല. 3 വർഷമായി. അത് ഒരു പ്രാവശ്യം സർവീസ് ബുക്ക് പോകും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായി തിരിച്ചു വരും. ഇപ്പൊ NPS കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഇത് നാളെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത് അവർ നമ്മളെ ക്വാളിഫൈ ചെയ്ത ഡേറ്റ് വെച്ചിട്ട് സൂര്യയുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തന്നേ മതിയാകും. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എനിക്ക് ഇപ്പൊ എഴുതി എടുക്കാമല്ലോ സാർ? എല്ലാം എപ്പോഴും വേണോ എഴുതാം. ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ക്ലാസ് ഇപ്പൊ കിട്ടുന്നുണ്ടല്ലേ? എങ്ങനെ? അല്ല സാർ, ഇതിന് നമ്പർ എഴുതി കാണിക്കണുണ്ടേ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനുള്ള. നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുന്നത് ഞാൻ ലാസ്റ്റിൽ പറയാം. ക്ലാസ് തുടങ്ങുന്നത് പിന്നെ പറഞ്ഞുതരാം. ശരി സാർ, ഇത്രേ ഉള്ളൂ. താങ്ക് യു സാർ. വെൽക്കം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. ശരി. സാർ, ഞാൻ PWD ആണ്. എനിക്ക് ഏതൊക്കെ ഈ ടെസ്റ്റുകൾക്കുള്ള ബുക്സ് ഒക്കെ ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് കൊണ്ടുപോകാൻ പറ്റുന്ന ബുക്സ് ഏതൊക്കെയാണ്? അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഏത് രീതിയിലാണ് അത് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ. ഇപ്പോൾ പേനയും പേപ്പറും കയ്യിലുണ്ടോ നിങ്ങളുടെയൊക്കെ കയ്യിൽ? ഉണ്ട്. പെട്ടെന്ന് കുറിച്ചോ. കേരള സർവീസ് റൂൾസ് വോളിയം 1 ഉം 2 ഉം. കേരള സർവീസ് റൂൾസ് വോളിയം 1 ഉം 2 ഉം. അടുത്തത് അത് കഴിഞ്ഞു. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, 2. എന്നിട്ട് അടുത്തത് കേരള ട്രഷറി കോഡ് വോളിയം 1, 2. പിന്നീട് കേരള ബഡ്ജറ്റ് മാനുവൽ. അടുത്തത് ഇതൊക്കെ കേരള അടുത്ത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. അത് ചെറിയ പുസ്തകമാണ്. വോളിയം 2. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്.
ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിന്റെ ബ്രാക്കറ്റിൽ ബെയർ ആക്ട് ഒള്ളി. ബെയർ ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ബെയർ ആക്ട്സ് ഒള്ളി, BARE, ബെയർ ആക്ട്സ് ഒള്ളി. ഇത്രയും പേപ്പർ കോമൺ ടു ഓൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അക്കൗണ്ടന്റ് ലോവർ എന്ന് പറയുന്നത് ഇത്രയും പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ആണ് വിത്തൗട്ട് ബുക്ക്. അപ്പോ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൽ പുസ്തകമില്ലാതെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറണം. പക്ഷേ എളുപ്പമാണത്. നമ്മൾ ട്രഷറി കോഡും ഫിനാൻഷ്യൽ കോഡും പഠിക്കുമ്പോൾ അത് എഴുതാനുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓഡിറ്റിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ആ വിഷയത്തിൽ പറയുന്നത്. അതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്, അതിന് പരീക്ഷയ്ക്ക് ഗൈഡ് അനുവദിക്കും. കേരള PSCയിൽ ആകെക്കൂടി ഗൈഡ് കൊണ്ടുപോയി എഴുതാൻ അനുവാദമുള്ള ഒരേ ഒരു പരീക്ഷ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിനോടൊപ്പം നമ്മൾ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബെയർ ആക്ട് എന്ന് പറയുന്ന ഭാഗം മാത്രമാണ്. ചെറിയ പുസ്തകമാണ്, ഒരു 100 പേജിനകത്ത് വരുന്ന ഒരു പുസ്തകം. ഇത്രയും പുസ്തകങ്ങളാണ് കോമൺ ടു ഓൾ. ഇനി ഇതിൽ PWD ജീവനക്കാരാണെങ്കിൽ അവർക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെതായ പുസ്തകമുണ്ട്, അതുകൂടെ പാസ്സാകണം. അതാണ് പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്, PWA കോഡ്, ഒറ്റ പുസ്തകം. രണ്ടാമത്തത് PWD കോഡ്, രണ്ടാമത്തെ പുസ്തകം. മൂന്നാമത്തത് ടെക്നിക്കൽ സ്റ്റാഫ് മാത്രം പാസ്സാകേണ്ട ബഡ്ജറ്റ് മാനുവൽ, അടുത്ത പേപ്പർ. ഇനി നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലോ മുനിസിപ്പൽ ടെസ്റ്റ് വേറെ ഉണ്ട്, അത് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമുള്ളത്. കോടതിയിലാണെങ്കിൽ ക്രിമിനൽ ജുഡീഷ്യറി ഉണ്ട്, റവന്യൂവിലാണെങ്കിൽ റവന്യൂ ടെസ്റ്റ് ഉണ്ട്. അധ്യാപകരെ സ്കൂളിലെ ജീവനക്കാരാണെങ്കിൽ KER കൂടിയുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിപ്പാർട്ട്മെന്റിൻ്റെതായ കോഡ് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിനുള്ളത് PWA കോഡും D കോഡും മാനുവലും. അത് സെയിൽ ടാക്സുകാർ അത് വേണ്ട. സെയിൽ ടാക്സിന് ടാക്സസുകാർക്ക് വേറെ പേപ്പറുണ്ട്, പഞ്ചായത്ത് എംപ്ലോയീസിന് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പർ വേറെ ഉണ്ട്. അതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിപ്പാർട്ട്മെന്റിൻ്റെതായ കോഡ് റൂൾ ഉണ്ടെന്ന് പറയുന്നത്. സംശയം തീർന്നോ? ഇനി ഒന്നുകൂടെ പറയാം, ബാക്കിയൂടെ നിങ്ങൾ മനസ്സിലാക്കിപ്പോ. നിങ്ങൾ എപ്പോഴും PSC ടെസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പലരും നിങ്ങളോട് പറയണ്ട ഹയർ പിന്നെ എഴുതിയാൽ മതി, ഹയർ പിന്നീട് ആവട്ടെ, ലോവർ എഴുത്, ഹയർ കട്ടിയാണ്. അല്ല, ഈ ഹയറും ലോവറും ക്വസ്റ്റ്യൻ PSC തന്നെ ഉണ്ടാക്കുന്നതാണ്. ചില ബാച്ചിൽ ഹയർ കട്ടിയായിരിക്കും, ലോവർ സിമ്പിൾ ആയിരിക്കും. ചിലതിലോ ലോവർ വളരെ കട്ടിയായിരിക്കും, ഹയർ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. എല്ലാം ഒന്നുപോലെ എന്ന് കരുതി നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലാസ് എടുക്കുമ്പോൾ ഹയറിൻ്റെ കൂടെയൊക്കെ ചേർത്തായിരിക്കും ക്ലാസ് എടുക്കുന്നത്. മിക്കവാറും പേര്, ഞാനൊക്കെ അങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ഹയർ കൂടി എഴുതത്തക്ക ഒരു ഒബ്സർവേഷനിലേ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതൊന്ന്. രണ്ട്, എന്തിനാ നിങ്ങൾ ഈ ഹയർ കൂടെ എഴുതുന്നത്? നിങ്ങൾക്ക് ഹയർ വേണ്ട, പിന്നെ എന്തിനാ എഴുതുന്നത്? നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷ എഴുതി, ലോവറും ഹയറും നമ്മൾ ഒരുമിച്ച് എഴുതി. ലോവറിൽ 4 പേപ്പർ എഴുതി. കഷ്ടകാലത്തിന് ലോവറിൻ്റെ ഒരു പേപ്പർ കിട്ടിയില്ല, പക്ഷെ ഹയർ എല്ലാം കിട്ടി. അത് മതി, പിന്നെ ലോവർ വേണ്ട. ഹയർ പാസ്സായ ലോവർ വേണ്ട. അല്ല, നിങ്ങൾ ലോവർ 3 പേപ്പറേ ജയിച്ചുള്ളൂ, എന്നാൽ അതേ പേപ്പർ ഹയറിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യും. അതുകൊണ്ടാണ് ലോവറും ഹയറും ഒരുമിച്ച് എഴുതണം എന്ന് പറയുന്നത്. ലോവർ നമ്മൾ 3 പേപ്പർ എഴുതി, KSRക്ക് ഇഷ്ടമില്ല, കഷ്ടമായി പോയി. പക്ഷേ ഹയറിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഹയർ പാസ്സായിട്ടുണ്ട്, എനിക്ക് ആ ഹയറിൻ്റെ റിസൾട്ട് കൂടി വെച്ചുകൊണ്ട് ലോവറിൻ്റെ സർട്ടിഫിക്കറ്റ് തരും. അതുകൊണ്ടാണ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ലോവറും ഹയറും നിർബന്ധമായിട്ടും, ഞാനൊക്കെ എഴുതിപ്പിക്കാറുണ്ട്. ലോവർ പരീക്ഷയ്ക്ക് എന്നെ വിളിക്കുമ്പോഴേ പറയും ലോവറും ഹയറും എഴുതിയേ മതിയാകൂ എന്ന് പറയും. ഇവർ പലരും പേടിച്ചാണ് വരുന്നത്. സാറേ, ഞാൻ പുതിയ ആളാണ്, ഞാൻ ഓഫീസിലല്ല, ഞാൻ ടീച്ചറാണ്. അങ്ങനെ ഒന്നുമില്ല. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചർമാരായിരിക്കും കൂടുതൽ നന്നായിട്ട് പഠിക്കുന്നത്. കാരണം നമ്മൾ ഇതൊരു ഓഫീസ് ചെയ്യുന്ന ജോലിയല്ല ആരും ചെയ്യുന്നത്, പഠിക്കുന്ന വിഷയം വേറെയാണ്. ഇതൊരു കോമൺ സബ്ജക്റ്റാണ്, ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് KSR. നിങ്ങൾ അതിലൊരു നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കോഡ് പാസ്സായി നോക്ക്, പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വരും. നിങ്ങൾ PWD മാനുവൽ ആ പുസ്തകം ഒന്ന് പഠിച്ചു നോക്ക്, ഒരു ഓഫീസറെ കൂടെയും ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പേടി വരില്ല. കാരണം ഓഫീസർക്ക് അറിഞ്ഞുകൂടാത്തത് നിങ്ങൾക്കറിയാം. അതാണ് നിങ്ങളുടെ വിജയം, അതാണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്. ചോദിച്ചോ. ഹലോ, മീനു പറഞ്ഞോ. ഞാൻ ഓവർസിയർ ഗ്രേഡ് 3 ആയിട്ട് മാർച്ചിൽ ജോയിൻ ചെയ്തതാണ്. എവിടെയാണ്? PWD ഇറിഗേഷനോ? LSTD ഡിപ്പാർട്ട്മെന്റില്. എവിടെ? ഞീഴൂർ പഞ്ചായത്തില്. കോട്ടയം. അപ്പം എന്റെ
പ്രൊമോഷനും പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനെ കുറിച്ച് പറയാമോ? ഓവർസിയർക്കുള്ള ഓവർസിയർമാർക്ക് ടെസ്റ്റ് എഴുതാൻ നിങ്ങൾ ഓവർസിയർമാർക്ക് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഉടനെ പാസ്സാകണം എന്നില്ല. നിങ്ങൾ ആകുമ്പം മതി. പക്ഷേ നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങളുടെ അറിവിനും നിങ്ങൾക്ക് ഭാവിയിൽ അത് ഒരുപാട് ഗുണമുണ്ട്. അതായത് നിങ്ങൾ PWD എ കോഡും ഡി കോഡും മാനുവലും ഒന്ന് പഠിച്ചിരുന്നാൽ, ഇപ്പൊ PWD മാനുവലിൽ എന്താ പറയുന്നത്? PWD മാനുവൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു തരാം, ശ്രദ്ധിച്ചോ. PWD മാനുവൽ എന്ന് പറയുന്ന പുസ്തകം എവിടെ തുടങ്ങുന്നു? നിങ്ങൾ ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്കൊരു അസിസ്റ്റന്റ്, ഒരു ഓവർസിയർ ആയിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടി. നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് ഒരു ആദ്യമായി ക്രിയേറ്റ് ചെയ്ത ഒരു ഭൂപ്രദേശത്താണ്. ആദ്യമായി ഉണ്ടാക്കിയ ഒരു ഭൂപ്രദേശം ദൈവം ഇപ്പൊ സൃഷ്ടിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ആ ജൂറിസ്ഡിക്ഷൻ, നിങ്ങളുടെ പഞ്ചായത്ത്. അവിടെ ഒരു റോഡില്ല, ഒരു വീടില്ല, ഒരു തോടില്ല, ഒന്നുമില്ല. നിങ്ങളും നിങ്ങളുടെ എയും മാത്രമുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യും അവിടെ? ഇതാണ് PWD മാനുവൽ. നിങ്ങൾ അവിടെ എന്തോ ചെയ്യും? നിങ്ങളവിടെ ഒന്നും ചെയ്യാനില്ലേ? നിങ്ങൾക്കേ അവിടെ അത് ചെയ്യാനുള്ളൂ. എങ്ങനെ? അവിടെ ആദ്യമായി ഒരു റോഡ് വേണം. ജനങ്ങളുണ്ട്, ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല, അവിടെ ഒന്നുമില്ല. ഒരു വിജനമായ ഒരു സ്ഥലം. ഇപ്പോഴാണ് ദൈവം ഈ സ്ഥലം ഉണ്ടാക്കിയത്. കുറെ ജനങ്ങളും നിങ്ങളും മാത്രമുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുമുണ്ട്, കുറെ വെള്ള പേപ്പറും ഉണ്ട്. നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി പുറത്തിറങ്ങണം. പുറത്തിറങ്ങി ഒരു സർവേ നടത്ത്. എവിടെയാണ് റോഡ് വേണ്ടത്? എവിടെയാണ് തോട് വേണ്ടത്? അതിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള തോട് ഏത്? ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട റോഡ് ഏത്? നിങ്ങൾ അതിനുവേണ്ടി ഒരു പണി അവിടെ ഒറിജിനേറ്റ് ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ എഞ്ചിനീയറും കൂടി ശ്രമിച്ചാൽ പണി ആരെങ്കിലും ഇങ്ങ് കൊണ്ടുതരൂ? നോ. ഏതൊരു പണി നമുക്ക് തുടങ്ങണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, ഭരണാനുമതി വേണം. വേണ്ടേ? ഭരണാനുമതി ഇല്ലാതെ ഏതെങ്കിലും ഒരു വർക്ക് തുടങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ നാട് നീളെ സഞ്ചരിച്ച് പഞ്ചായത്ത് മെമ്പറെ കണ്ടു, മെമ്പർ ഒരു ലൊക്കേഷൻ പറഞ്ഞ് നിങ്ങൾ അത് പോയി നോക്കി. നിങ്ങളും അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി ചേർന്ന് ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എടുത്തിട്ട് അതിന്മേൽ ഒരു ചെറിയ റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങളുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നു. സാർ, ഇതൊരു കുഗ്രാമമാണ്, ഇവിടെ വികസനം അത്യാവശ്യമാണ്, ഇവിടെ ഒരു തോട് അത്യാവശ്യമാണ്, ഞങ്ങൾ അതാ ഇതിന്റെ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നു. അദ്ദേഹം അതിനെ റെക്കമെൻഡ് ചെയ്ത് ആർക്കയക്കും? ഇക്ക് അയക്കും. എക്സിക്യൂട്ടീവ് ജനറൽ അത് സി വഴി ഗവൺമെന്റിലേക്ക് വിട്ടാൽ MLAയും കൂടെ ഒക്കെ പോയി സ്വാധീനിച്ച് ഗവൺമെന്റിൽ നിന്ന് അവിടെ 5 കോടി രൂപയ്ക്ക് ഒരു റോഡ് വെട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഭരണാനുമതി തന്നു. നിങ്ങൾ ഒന്നുമില്ലാതെ ഒരു കുഗ്രാമത്തിൽ ചെന്ന നിങ്ങളുടെ ഓഫീസിൽ ഇപ്പൊ എന്തായി? പറ, ആരെങ്കിലും ഒരാൾ മൈക്കോൺ. എന്തായി? ഒരു റോഡ് നിർമ്മിക്കാനുള്ള ഒരു ഫയലായി, ആ പണി തുടങ്ങാനുള്ള ഭരണ അനുമതിയായി. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുത്തുകൂടെ? അതിന്മേലെ വിട്ടുകൂടെ? അതിന് എസ്റ്റിമേറ്റ് സാങ്ഷന് വിട്ടുകൂടെ? പിന്നെ അതിന് TS കൊടുത്തുകൂടെ? നിങ്ങൾക്ക് ആ വർക്ക് ടെൻഡർ ചെയ്തുകൂടെ? ഒരു വർക്ക് ടെൻഡർ ചെയ്യുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കണം, എത്ര ദിവസം? അത് കഴിഞ്ഞാൽ സെലക്ഷൻ നോട്ടീസ് അയക്കണം കരാറുകാരന്, എത്ര ദിവസം? അവൻ എഗ്രിമെന്റ് വെക്കാൻ വരണം, എത്ര ദിവസം? എഗ്രിമെന്റ് വച്ചില്ലെങ്കിലുള്ള ശിക്ഷ എന്ത്? ടൈം ഓഫ് കംപ്ലീഷൻ എങ്ങനെ? അവസാനം അവന് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അയച്ചു, മുതലായ കാര്യങ്ങൾ അയച്ച് അല്ലെങ്കിൽ റീകാസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തു, അവന്റെ വർക്കായി. ഒന്നുമില്ലായ്മയിൽ നമ്മൾ എന്തുണ്ടാക്കി? ഇവിടെ പറ, ഒന്നുമില്ലായ്മയിൽ നമ്മൾ എന്തുണ്ടാക്കി? ഒരാൾ പറ, ആരെങ്കിലും. ഒന്നുമില്ലായിരുന്നു നമ്മുടെ കയ്യിൽ. നിങ്ങളൊരു ശൂന്യത നിറഞ്ഞൊരു ഗ്രാമത്തിലാണ് ചെന്നപ്പെട്ടത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തായി? 5-6 മാസം കഴിഞ്ഞപ്പോ വർക്കായി അല്ലേ? നാട് വികസിച്ചു തുടങ്ങി. അവിടെ ഏറ്റവും കൂടുതൽ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എഞ്ചിനീയർക്കും ഓവർസിയർക്കും തന്നെ അല്ലേ? ഇതാണ് PWD മാനുവൽ. ഈ കാര്യങ്ങളെ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇത് നിങ്ങൾ അതിന്റെ ഓരോ സ്റ്റേജ് ബൈ ഓരോ ഫേസും പഠിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസർ മുമ്പ് തലച്ചൊറിഞ്ഞ് നിൽക്കണമായിരുന്നു. സാർ, എനിക്ക് അറിയില്ലായിരുന്നെന്ന് പറ. മൈക്ക് ഓൺ ചെയ്ത് പറ. മൈക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്ത് തരും. ഇപ്പൊ PWD മാനുവൽ എന്താണെന്ന് മനസ്സിലായോ? ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വർക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഒരു നടപടിയാണ് PWD മാനുവലിൽ പറയുന്നത്. അതിന്റെ അക്കൗണ്ടിങ് എങ്ങനെ നടക്കണം എന്നാണ് PWD എ കോഡിൽ പറയുന്നത്. ഇനി ഈ വർക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നാണ് ഡി കോഡിൽ പറയുന്നത്. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. ഇവിടെ കിട്ടിയാ? പലർക്കും അറിഞ്ഞുകൂടാത്തതും ഈ കോഡ് റൂൾ എന്തിന് എന്ന് അറിഞ്ഞുകൂടാത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം, ഇല്ലേ? സംശയം ചോദിച്ചു. സർ, ഒരു സംശയം. ഞാൻ LSGDയിൽ വർക്ക് ചെയ്യാണ്. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. പാലക്കാട്. നെന്മാറ, പാലക്കാട്. സാർ, ഇതില് ഹയറും ലോവറും എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഹയറും ലോവറും എന്ന് പറയുന്നത് പരീക്ഷ 2ആണ്. ഹയറിന്റെ പരീക്ഷ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഹയർ കമ്പൾസറിയാണ്. മനസ്സിലായില്ലേ?
ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഹയർ വേണം. അതായത് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ ജൂനിയർ സൂപ്രണ്ടായിരിക്കുന്ന ഒരാളിന് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രൊമോഷൻ പാനലിൽ ഉൾപ്പെടണമെങ്കിൽ അക്കൗണ്ടന്റ് ഹയർ വേണം. മനസ്സിലായില്ലേ? അവരത് പാസ്സായേ മതിയാകും. അപ്പൊ ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഹയർ വേണം എന്ന് ഇപ്പം യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെയോ പോസ്റ്റുകൾക്ക് ഹയർ നിർബന്ധമാണ്. അതുകൊണ്ടാണ് പരീക്ഷ ലോവർ എന്നും ഹയർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിലവാരത്തിൽ നടത്തുന്നു എന്ന് തന്നെയാണ് അതിന്റെ സാരം. ഈ എല്ലാ പേപ്പറിനും ഹയറും ലോവറും അങ്ങനെയുണ്ടോ? എല്ലാ പേപ്പറിനും ഹയറും ലോവറും ഇല്ല. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ച് എ കോഡിന് ഹയർ ഉണ്ട്, ഡി കോഡിന് ഹയർ ഇല്ല, മാനുവലിനും ബഡ്ജറ്റ് മാനുവലിനും ഹയർ ഇല്ല. ഒറ്റ പേപ്പറേ ഉള്ളൂ, എ കോഡിനേ ഉള്ളൂ ഹയർ. നമ്മൾ മറ്റേ ഈ കോമൺ ടു ആൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേപ്പർ തന്നല്ലോ സാർ, അതിൽ എല്ലാത്തിനും ഉണ്ടല്ലോ. അക്കൗണ്ടൻസ് ലോവറിൽ വരുന്ന KSR, ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, ട്രഷറി, അതിന് ലോവറും ഹയറും ഉണ്ട്. ഒരേ പുസ്തകം, ഒരേ സിലബസ്, പഠിപ്പിക്കുന്നത് ഒന്ന്, പഠിപ്പിക്കുന്ന ആളൊന്ന്, പഠിക്കുന്നത് നിങ്ങളൊന്ന്, നോട്ടൊന്ന്, എല്ലാം ഒന്ന്. പരീക്ഷ 2 ദിവസം എന്ന് മാത്രം. മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പറഞ്ഞു സർ. ഞാൻ വെറ്റിനറി സർജൻ ആയിട്ട് ജോയിൻ ചെയ്ത് 2006-ലാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ 15 വർഷം LWA എടുത്ത് പോയി. ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യന്റെ ആൻസർ അതിനകത്തുണ്ടോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരണം. അതായത് പറയൂ സർ. ഒരു ജീവനക്കാരൻ സർവീസിൽ കയറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ്, എല്ലാവരും കേട്ടോ, നിങ്ങൾ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്, നല്ലൊരു സംശയമാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് വിദേശത്ത് പോയാൽ, അതായത് വിദേശത്ത് പോയി ബെറ്റർ എംപ്ലോയ്മെന്റിലൂടെ നമുക്ക് ജോലി നേടുന്നതിന് നമുക്ക് ശമ്പളമില്ലാത്ത ലീവ് ഗവൺമെന്റ് തരും. ആ റൂളാണ് അപ്പൻഡിക്സ് 12A. ഇതനുസരിച്ചല്ലേ രാജ ലീവ് എടുത്തത്? അതെ സർ. അതെ. അപ്പൻഡിക്സ് 12A പ്രകാരം ലീവ് എടുത്ത ഒരാൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപാണ് ലീവ് എടുത്ത് വിദേശത്ത് പോയാൽ അയാൾക്ക് ആകെ കിട്ടുന്ന പ്രിവിലേജസ് സർവീസിൽ തിരികെ വന്നാൽ ഒരു ജോലി മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല. Past service will not count for any service benefits. After rejoining into duty, your service will start afresh. The past service totally lost. ഇനി വേറൊരു സംശയം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ പ്രൊബേഷൻ പൂർത്തിയാക്കി, ടെസ്റ്റ് പാസ്സായി, പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്യേണ്ടതായിരുന്നു. ഡിക്ലെയർ ചെയ്യേണ്ടത് നിങ്ങളും അല്ല. അപ്പൊ നിങ്ങളും വിദേശത്ത് ഈ ലീവ് എടുത്ത് പോയി 5-6 വർഷം കഴിഞ്ഞ് വന്നാലോ, യുവർ പാസ്റ്റ് സർവീസ് വിൽ സ്റ്റാർട്ട് afresh. നിങ്ങളുടെ പഴയ സർവീസ് ഒന്നിനും കണക്കാക്കത്തില്ല. നിങ്ങളുടെ സർവീസ് ആദ്യം മുതൽ തുടങ്ങും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് ഞാൻ അല്ലായിരുന്നല്ലോ, ഞാൻ പൂർത്തിയാക്കിയല്ലോ. നോ, ദർ ഇസ് നോ നീഡ് ഓഫ് സച്ച് ക്വസ്റ്റ്യൻ. only one question, whether your probation has been declared or not. അപ്പൊ നമ്മൾ അപ്പൻഡിക്സ് 12A ലീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഉത്തരവ് വാങ്ങാതെ പോയാൽ തിരികെ വരുമ്പോൾ നമ്മുടെ സീനിയാരിറ്റി എല്ലാം പോയി, സീനിയാരിറ്റി പോലും പുതിയതായി. സംശയം തീർന്നാ? ഇല്ല സർ, സംശയം അതല്ല സർ. ഞാൻ ഇനി നെക്സ്റ്റ് 3 ഇയേഴ്സിന്റെ ഉള്ളിൽ, 2 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കോമൺ ടെസ്റ്റുകളും എന്തൊക്കെ ടെസ്റ്റുകൾ എഴുതി അത് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടോ? ഞാൻ ഈ LWA-യിൽ എന്ന് ആയിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഏജീസിനെ ഇൻഫോം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ? തിരികെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ AG നമുക്ക് പുതിയ പേ സ്ലിപ്പ്, പുതിയ സ്കെയിലിന്റെ മിനിമത്തിലാണല്ലോ തന്നിരിക്കുന്നത്. അതെ, തന്ന്. ഇനി നമ്മൾ ടെസ്റ്റ് പാസ്സാകുമ്പോൾ ആ വിവരം AG റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നോർമൽ തന്നെയാണ്, അല്ലെങ്കിൽ നോർമൽ തന്നെയാണ്. LWA എടുത്തത് കൊണ്ട് പ്രൊസീജിയറിൽ ഡിഫറൻസ് ഒന്നുമില്ല. സർ, ഈ മൃഗസംരക്ഷണ വകുപ്പിലെ ഏതൊക്കെ ടെസ്റ്റുകളാണ് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 എന്ന നിലയിൽ എൻട്രി ചെയ്ത? അത് തിരക്കണം, വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ തിരക്കണം. അവരുടെ സ്പെഷ്യൽ റൂളിൽ അക്കൗണ്ട് ടെസ്റ്റ് തന്നെയാണോ പാസ്സാവേണ്ടത്, എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് ആണോ? എന്തായിരുന്നാലും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രത്യേകിച്ച് പേപ്പറൊന്നുമില്ല. ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുന്ന 4 പേപ്പറേ ഉള്ളൂ. പക്ഷെ അവർക്ക് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് മാത്രമായിരിക്കാം. ഡോക്ടേഴ്സിനൊക്കെ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ആണ്. മെഡിക്കൽ ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് മതി, 2 പേപ്പർ മതി. വെറ്റിനറി സർജന്മാരെയും അതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് കൺഫേം ചെയ്തോളണം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു സർ. അടുത്തത് സ്മിത പറഞ്ഞോ, എന്തുവാണ് സ്മിത സംശയം? ഹലോ സാർ, പറഞ്ഞോ. ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് ടൈപ്പിസ്റ്റ് ആയിട്ട് 5/2/18 ജോയിൻ ചെയ്തു. പിന്നെ ആ പ്രൊബേഷൻ ടൈമില് എനിക്ക് ICDS ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആയിട്ട് പുതിയ അപ്പോയിന്റ്മെന്റ് വന്നു. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോ ഞാൻ റിട്ടേൺ എന്റെ മാതൃവകുപ്പിലേക്ക് തന്നെ പോന്നു.
14/7/2020 ജനറൽ എഡ്യൂക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോ പ്രൊബേഷൻ ആദ്യം മുതൽ തുടങ്ങണം എന്നവർ പറഞ്ഞു അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ DD-യിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ 5/2/18 സാർ ജനറൽ എഡ്യൂക്കേഷനിൽ. അതെ, മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ സർവീസ് കുറച്ച് പൂർത്തിയാക്കാതെ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് വീണ്ടും തിരികെ അവിടേക്ക് തന്നെ നമ്മുടെ മാതൃവകുപ്പിലേക്ക് ലീൻ ഉള്ളത് കൊണ്ട് തിരികെ വന്നു. അപ്പോ ഇവരുടെ പ്രൊബേഷൻ പ്രപ്പോസൽ അയച്ചോ ഇപ്പോ? അയച്ചിട്ടുണ്ട് സാർ. ആ പ്രൊബേഷൻ പ്രപ്പോസൽ പഴയത് കൂടെ ചേർത്ത് അയച്ചോ? ഇവിടെ വന്നിട്ട് രണ്ടാമതുള്ളത് 2 വർഷത്തെ വേറെ അയച്ചോ? അത് ജനറൽ എഡ്യൂക്കേഷനിൽ 1.5 ഇയർ നിന്നിട്ടാണ് മറ്റേ ICDS-ലേക്ക്. ജനറൽ എഡ്യൂക്കേഷനിലെ 1.5 ഇയർ കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അവിടെ. അങ്ങനെയാണ് കൊടുത്തത് സാർ. ചിലപ്പോ അത് അവർ ആദ്യം ഒബ്ജക്ട് ചെയ്തേക്കാം. ഇവിടെ പ്രൊബേഷൻ അവിടെ പൂർത്തിയാക്കാതെ പോയത് കൊണ്ട് പ്രൊബേഷൻ ശരിക്കും അതുകൂടെ ചേർത്താണ് തരേണ്ടത്. കാരണം നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതുകൊണ്ട് അത് വേറെ പ്രശ്നം വരില്ല. സാർ ഒരു ഇൻക്രിമെന്റ് ആണ് എനിക്ക് കിട്ടിയത്. ഇനി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ ഇൻക്രിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേറൊരു മെത്തേഡ് ഉണ്ട് അവിടെ. അതായത് നമ്മൾ ജനറൽ എഡ്യൂക്കേഷനിൽ തിരികെ വരുമ്പോൾ നമ്മൾ അവിടെ നേരത്തെ ഒരു ഇൻക്രിമെന്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് തുടർച്ചയായിട്ട് നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. കാരണം ആ പീരീഡോടെ ചേർത്ത് പ്രൊബേഷനും മറ്റും കാര്യങ്ങൾക്ക് പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റിൽ നഷ്ടം വരില്ല കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. MOPക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. MOPക്ക് ഇപ്പൊ എഴുതി, എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് 2021 ജൂലൈ ഓഗസ്റ്റിൽ നടക്കേണ്ട മറ്റേ സെക്കൻഡ് ടൈം എക്സാമിന്റെ ഇനി വിളിച്ചിട്ടില്ല. അത് ഇപ്പോഴത്തെ പരീക്ഷ പോലും നടക്കാത്തത് കൊണ്ടാണ് വിളിക്കാത്തത്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുകയാണോ അതോ ഇപ്പോഴും ഈ ജൂലൈയിൽ ഏതെങ്കിലും പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് ഒന്നിട്ട് അടുത്ത് നടത്തുക, നമുക്ക് തീരുമാനം അറിയില്ല. എന്തായിരുന്നാലും പുതിയ നോട്ടിഫിക്കേഷനിൽ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ ലോവറും ഹയറും കൂടെ ഒരുമിച്ച് എടുക്കും. ഞാനിപ്പോ ടൈപ്പിസ്റ്റ് ആയിട്ട് തന്നെയാണ് ജനറൽ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കാറ്റഗറി ക്ലർക്കായിട്ട് കൺവേർഷൻ വാങ്ങണമെങ്കിൽ നാളെ മറ്റൊരു ജോലി കിട്ടി ഇവിടെ പോകണമെങ്കിലും KSR അക്കൗണ്ട് ടെസ്റ്റ് പാസ് ആവണം. അത് ഈ ചെറുതിലെ പാസ്സാക്കി എടുക്കുന്നതാണ് നല്ലത്. പ്രായം കൂടുന്തോറും നമുക്ക് ടെസ്റ്റ് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൂടും, അസൗകര്യങ്ങൾ വരും. അല്ല പഠിക്കാനുള്ള കഴിവ് പോകുന്നുണ്ട്, നമുക്ക് മറ്റു അസൗകര്യങ്ങളൊക്കെ വരുമ്പോൾ തിരക്കാവും. അപ്പൊ സാറേ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന അത് ഒന്നുകൂടി എനിക്ക് പറഞ്ഞുതരുമോ? പ്രൊബേഷൻ ഈ പിന്നെ ഫസ്റ്റ് നമ്മുടെ 5/2/18 ജനറൽ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്ത് 1.5 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ICDS-ല് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ തിരികെ 14/7/2020 തന്നെ ജനറൽ എഡ്യൂക്കേഷനിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ടൈപ്പിസ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ, തിരിച്ച് ടൈപ്പിസ്റ്റിലേക്ക് തന്നെ ഞാൻ പോകുന്നു. ടെസ്റ്റ് വേണ്ട, പ്രൊബേഷൻ ഡിക്ലറേഷന് ടെസ്റ്റ് വേണ്ട. വേണ്ട, ടൈപ്പിസ്റ്റുമാർക്ക് വേണ്ട. ശരി, താങ്ക് യു സാർ. വെൽക്കം. അടുത്ത ആൾ ചോദിച്ചു. ഹലോ ചോദിച്ചോ. സാർ, ഞാൻ PWD ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ PWD സാർ. ഏത് ഓഫീസിലെന്ന് പറ? ഇപ്പൊ ഇരിക്കുന്ന ഓഫീസ് ഏത്? ബിൽഡിംഗ്സ് ആണ് സാർ. ഏത് ജില്ല? ഞാൻ പത്തനംതിട്ട ജില്ല. അതെ, ഞാൻ ബിൽഡിംഗ്സിൽ ഞാൻ പഴയ ഒരു DA ആണ്. ബിൽഡിംഗ്സിലൊക്കെ ഞാൻ DA ആയിട്ടിരുന്ന ആളാണ്. അതാണ് ഞാൻ PWD ചോദിച്ചത്. ഞാൻ അടൂര്. അത് ശരി. അപ്പോഴേ സാർ, എനിക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് അപ്പൊ ഏതൊക്കെ എഴുതണം വർക്കിലോട്ട് മാറാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന്റെ 4 പേപ്പർ ഞാൻ പറഞ്ഞു തന്നല്ലോ. അത് ഹയറിന്റെ 4 പേപ്പർ. ഹയറിന്റെ 4 പേപ്പർ സാർ പറഞ്ഞത്. ലോവറിന്റെ കേരള സർവീസ് റോഡ്സ് വോളിയം 1 2 അതാണോ സാർ ഉദ്ദേശിച്ചത്? അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുമ്പോൾ തന്നെ 4 പേപ്പർ ചേർന്നതാണ്. ഹയർ എന്ന് പറയുന്നത് 4 പേപ്പർ ചേർന്നതാണ്. PWD A കോഡ് D കോഡ്. ഇപ്പൊ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണല്ലോ, മാനുവൽ വേണ്ട. ഇത്രയും ഇത്രയാണ്. അടുത്തത് അടുത്ത ആരാണ്? സാർ, നമുക്ക് ഇപ്പൊ പ്രൊമോഷൻ കുറച്ച് ദിവസം കുറെ നാൾ കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചോ സാർ. അപ്പോഴേ നമുക്ക് ഗ്രേഡ് കിട്ടുന്നത് ഏത് ഡേറ്റ് ആണ് നോക്കുന്നത് അവര്? പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ഗ്രേഡാണോ പ്രൊമോഷൻ കിട്ടാതെയുള്ള ഗ്രേഡാണോ? പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം ഗ്രേഡ് കിട്ടുമ്പോ എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഗ്രേഡ് തരുന്നത് എപ്പോഴാണ്?
നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ പ്രൊമോഷൻ കിട്ടാതെ വരുന്നവർക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് ഗ്രേഡ് പ്രൊമോഷൻ ആനുകൂല്യം. തസ്തികയൊന്നും മാറുന്നില്ലല്ലോ. ഇപ്പൊ ഒരു ജീവനക്കാരൻ സർവീസിൽ കയറി നിലവിലുള്ള നിയമം അനുസരിച്ച് 8 വർഷം തികയുന്ന തീയതിയിൽ, അതായത് ഗ്രേഡ് കണക്കാക്കുന്നത് എപ്പോഴും എൻട്രി പോസ്റ്റ് കണക്കാക്കിയ എൻട്രി പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ തസ്തികയിൽ ആദ്യമായി കയറിയ തീയതി അല്ലേ? ആ തസ്തികയിൽ എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ക്ലാർക്ക്, അതിന്റെ പോസ്റ്റ് അല്ല. ഹെഡ് ക്ലാർക്ക് LD ക്ലാർക്ക് ആയിരുന്നോ, അതിൽ പ്രൊമോഷൻ കിട്ടിയാണ് അയാൾ UD ക്ലർക്ക് ആയത്, ഹെഡ് ക്ലാർക്ക് ആയത്. അപ്പൊ അയാൾ LD ക്ലർക്ക് എൻട്രി കേഡർ LD ക്ലർക്കാണ് അല്ലേ? ആണ്. അതിൽ നിന്ന് ഉള്ള കാലദൈർഘ്യം കണക്കാക്കിയാണ് ഗ്രേഡ് കൊടുക്കുന്നത്. 8 വർഷം, 15 വർഷം, 22 വർഷം എന്നത്. എന്നാൽ ഒരു ജീവനക്കാരൻ സർവീസിൽ കയറി 8 വർഷം തികയുന്നതിന് മുമ്പ് 6 വർഷം കൊണ്ട് UD ക്ലർക്ക് ആയാലോ അയാൾക്ക് ഗ്രേഡ് ഇല്ല. 8 വർഷത്തിനകത്ത് പ്രൊമോഷൻ ആയില്ലെങ്കിൽ 8 വർഷം തികയുമ്പോൾ UD ക്ലർക്കിന്റെ സ്കെയിൽ കൊടുക്കും. എന്നിട്ട് ആദ്യത്തെ സർവീസിൽ കയറിയ തീയതി മുതൽ 15 വർഷം തികയുന്നതിനകത്ത് രണ്ടാമത്തെ പ്രൊമോഷൻ വന്നില്ലെങ്കിൽ രണ്ടാമത്തെ തരും. അപ്പോൾ എല്ലാം നോക്കുന്നത് എൻട്രി കേഡറാണ്. മനസ്സിലായില്ലേ? അല്ല, പ്രൊമോഷൻ തീയതിയിൽ നിന്നല്ല. ഇതിനകത്ത് പ്രൊമോഷൻ വന്നാൽ ഗ്രേഡ് ഇല്ല. മൂന്നാമത്തെ ഗ്രേഡ് തരുന്നത് സർവീസിൽ കയറി 22 വർഷം തികയുമ്പോൾ മൂന്നാമത്തെ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ, 2 എണ്ണം കിട്ടിയിട്ടുണ്ടാകും, 3 വർഷം തികയുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗ്രേഡ് തരും. 27 വർഷം തികയുമ്പോൾ 4 പ്രൊമോഷൻ വന്നില്ലെങ്കിൽ 4ാമത്തെ ഗ്രേഡ് തരും. പക്ഷെ എല്ലാവർക്കും 4 ഗ്രേഡ് ഇല്ല. ചില തസ്തികകളിൽ കയറുന്നവർക്കേ 3 ഗ്രേഡ് ഉള്ളൂ, ചില സ്കെയിൽ ഓഫ് പേ വരെ ഉള്ളൂ, 4 ഉള്ളൂ. ചിലർക്ക് 3, ചിലർക്ക് 2. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് കയറിയാൽ 4 ഗ്രേഡ് കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾ AE ആയിട്ട് കയറിയാൽ 2 ഗ്രേഡേ ഉള്ളൂ. അങ്ങനെ ഓരോ സ്കെയിലിന്റെ വലിപ്പം അനുസരിച്ച് ഗ്രേഡിന്റെ എണ്ണം കുറഞ്ഞു വരും. ലോവർ പോസ്റ്റിലുള്ളവർക്ക് കൂടുതൽ ഗ്രേഡ്, ഹയർ പോസ്റ്റ് കയറുന്നവർക്ക് ഗ്രേഡിന്റെ എണ്ണം കുറയും. സംശയം തീർന്നാ? ഹലോ, ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് അജയ് ഘോഷ് എന്നാണ്. ഞാൻ ഇപ്പോഴും റീസെന്റ് ആയിട്ട് പ്രിൻസിപ്പൽ ഗ്രേഡ് 2 ആയിട്ട് പ്രൊമോഷനായി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോഴും കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഡൗട്ട് ഞങ്ങൾക്ക്, അതെ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങളുടെ ഈ ഇപ്പോഴും നിലവിൽ DDOയുടെ ചാർജ് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റെഫർ ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത്യാവശ്യം റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ്, അതായത് ഇതുമായി DDOയുടെ ചാർജ് കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ റെഫർ ചെയ്യേണ്ട പുസ്തകം, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ കോഡും ട്രഷറി കോഡും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫിനാൻഷ്യൽ കോഡിലും ട്രഷറി കോഡിലും എഴുതി വെച്ചിരിക്കുന്ന രീതിക്കൊക്കെ ഇപ്പൊ മാറ്റം വന്നു. നമുക്ക് ഈ സ്പാർക്ക് ആയതിനു ശേഷം അതിൽ പറയുന്ന രീതിയിലൊന്നും അല്ല ഇപ്പൊ ബില്ല് കൊടുക്കുന്നത്. ബേസിക്കലി അതാണെങ്കിലും പ്രൊസീജിയറിൽ കുറെ വ്യത്യാസമുണ്ട്. ഫിനാൻഷ്യൽ കോഡും ട്രഷറി കോഡും എപ്പോഴും നോക്കി വെച്ചോ. പിന്നെ നമുക്ക് DDOയുടെ ചാർജ് അല്ലാതെ മറ്റ് ട്രാൻസാക്ഷൻ വല്ലതും ഉണ്ടോ? ഈ പർച്ചേസ് വല്ലതും ഉണ്ടോ? പർച്ചേസ് ഉണ്ട് സർ. പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസ് മാനുവൽ എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി വാങ്ങി വെച്ചോ. പർച്ചേസ് മാനുവൽ. നമുക്ക് എന്ത് സാധനം പർച്ചേസ് ചെയ്യുന്നതിനും അത് റെഫർ ചെയ്താൽ നമുക്ക് എല്ലാ സംശയവും തരും. കേരള പർച്ചേസ് മാനുവൽ, സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്നാണ് അതിന്റെ പേര്, കേട്ടോ? അത് വായിച്ചാൽ ഒരു സംശയം കൂടെ ഉണ്ട്. എന്തുവാണ്? സാർ, ഒരു സംശയം കൂടെ ഉണ്ട്. അതായത് ഞങ്ങളുടെ ഈ പ്രിൻസിപ്പൽ ഗ്രേഡ് 2ലേക്ക് വരുന്ന പ്രൊമോഷൻ, അതിന് തൊട്ട് മുമ്പുള്ള പോസ്റ്റ് ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റില് നേരത്തെ ഇപ്പോഴൊരു ഒരു ഹയർ ഗ്രേഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. അത് വന്നത് കഴിഞ്ഞതിന് മുമ്പിലത്തെ പേ റിവിഷനിൽ വന്നതാണ്. അതിനു മുമ്പ് ഈ GI ഹയർ ഗ്രേഡ് ഇല്ല. അപ്പൊ ഞങ്ങള് 22 വർഷം കംപ്ലീറ്റ് ആകുമ്പോഴൊരു ഒരു ഗ്രേഡ് കിട്ടുമല്ലോ. അത് ശരിക്കും നേരത്തെ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലുള്ള അതായത് പ്രിൻസിപ്പൽ ഗ്രേഡ് 2ന്റെ സ്കെയിലായിരുന്നു തന്നിരുന്നത്. അപ്പം ഇപ്പോഴ് ഈ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ഹയർ ഗ്രേഡ് വന്നപ്പോഴ് ഈ മൂന്നാമത്തെ ഗ്രേഡ് വരുന്നത് ഈ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ഹയർ ഗ്രേഡ് ആണ്. അങ്ങനെ എനിക്ക് ആ ഗ്രേഡ് കിട്ടിയായിരുന്നു. അതോടൊപ്പം ഈ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർമാരിലെ സീനിയർ 20% ഈ ഹയർ ഗ്രേഡ് കൊടുക്കേണ്ടത്. അപ്പൊ നോർമലി അതും എനിക്ക് എലിജിബിൾ ആണ്. പക്ഷെ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിലേ കൊണ്ട് നടന്നിട്ടില്ല. അതിങ്ങനെ പെൻഡിങ്ങിലാണ്. ഇപ്പൊ നിലവിൽ പ്രൊമോഷനായി ഈ പ്രിൻസിപ്പൽ ഗ്രേഡ് 2ലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ഈ പ്രിൻസിപ്പൽ ഗ്രേഡ് 2ലേക്ക് വരുമ്പോഴുള്ള സാലറി ഫിക്സേഷനിൽ എനിക്ക് വീണ്ടും മോണിറ്ററിംഗ് ബെനിഫിറ്റ് ഉണ്ടാവേണ്ടതല്ലേ? റേഷ്യോ പ്രൊമോഷൻ തന്നോ? അല്ല, റേഷ്യോ പ്രൊമോഷൻ തന്നിട്ടില്ല. കാരണം ആ റേഷ്യോ പ്രൊമോഷൻ പ്രിൻസിപ്പൽ പോസ്റ്റിന് മുൻപ് വരേണ്ടതല്ലായിരുന്നോ? അതെ, വരേണ്ടതാണ്. ആദ്യം അത് തരണം. പ്രിൻസിപ്പളായി പ്രൊമോഷൻ കിട്ടിയെന്ന് കരുതിയും അതിൽ മാറ്റമില്ല. ആദ്യം
അതിന് എത്ര വർഷം കഴിഞ്ഞ് തന്നാലും ആദ്യം നമുക്കവിടെ ഒരു ഫിക്സേഷൻ അന്ന് നടത്തി തരികയും അതിൽ നിന്ന് പ്രിൻസിപ്പൽ പോസ്റ്റ് എന്ന് പറയുന്നത് ആ സ്കെയിലാണോ ഉയർന്ന സ്കെയിലാണോ? ഉയർന്ന സ്കെയിലാണ്. ഉയർന്ന സ്കെയിലാണെങ്കിൽ അവിടെ 28 ഫിക്സേഷൻ വീണ്ടും കിട്ടും. ഓക്കെ ഓക്കെ. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സ്കെയിലാണ് അവിടെ വരുന്നിരിക്കുന്നത് അല്ലെ? 40,500 അല്ലേ അവിടെ വന്നിരിക്കുന്നത്? 30 എത്രയാണ്? അതെ അതെ 42. 42,500. അതിന് 28 ഫിക്സേഷൻ കിട്ടും. ഓക്കെ ഓക്കെ സാർ. അപ്പോൾ ഞാൻ ഈ 22 ഇയേഴ്സിന്റെ ഒരു ഗ്രേഡ് മേടിച്ചിട്ടുണ്ട്. അല്ലെ 22 ഇയേഴ്സിന്റെ ഗ്രേഡിന്റെ സ്കെയിൽ തന്നെയാണോ റേഷ്യോ പ്രൊമോഷൻ? രണ്ടും ഒന്ന് തന്നെയാണോ? അതെ 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 റേഷ്യോ പ്രൊമോഷന്റെ. അപ്പോൾ പിന്നെ 20 റേഷ്യോ പ്രൊമോഷൻ കൊണ്ട് ഇനി ബെനിഫിറ്റ് ഇല്ല. ആദ്യം വന്ന് ഏതാണോ അതെടുക്കാം. ഓക്കെ. അതിൽ 22 ആണെങ്കിൽ ആദ്യം അത്, റേഷ്യോ ആണെങ്കിൽ ആദ്യം അത്. രണ്ടും ഒരു സ്കെയിൽ ആയതുകൊണ്ട് അവിടെ റൂൾ 30 വെച്ചിട്ട് വേണം, റൂൾ 30 വെച്ചിട്ട് വേണം ശമ്പളം ഫിക്സ്. മാറ്റമില്ല നമുക്ക്. അങ്ങനെ അടുത്തത്. ഓക്കെ സാറ് ഞാനിപ്പോ സെക്കൻഡ് ഗ്രേഡ് PWD വർക്ക് ചെയ്യാം. അപ്പൊ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പ്രൊബേഷൻ തീർക്കണമെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അത് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ വല്ലതും എഴുതി കൊടുക്കണമെന്നൊക്കെ പറയുന്നില്ലേ, വെറുതെയാണ്. നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് പൂർത്തിയായാൽ നിങ്ങളൊരു ഗസറ്റ് ഓഫീസറൊന്നും അല്ലല്ലോ. നിങ്ങളുടെ വർക്ക് കോൺട്രാക്റ്റും തയ്യാറാക്കി നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് അതിന് നടപടി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഞാൻ ഇത്രാം തീയതി സർവീസിൽ കയറി, എൻ്റെ പ്രൊബേഷൻ ഇത്രാം തീയതി പൂർത്തിയാക്കി, ഞാൻ ഇതിനിടയ്ക്ക് പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പീരീഡ് ലീവ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു സബ്മിഷൻ അങ്ങ് കൊടുത്തേക്ക്, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതണം എങ്ങനെയാ? പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അടുത്ത ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അല്ലാതെ കൊടുക്കാം. PSCയുടെ സൈറ്റിൽ കയറി നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. മതി. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ അത് പോരാ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് വേറെ വേണം. മറ്റത് നമ്മൾ ആ ഉദ്യോഗസ്ഥനാകുന്നതിന് മുൻപുള്ളതായിരുന്നു, അത് കഴിഞ്ഞു, അത് പോരാ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് പ്രത്യേകം വേണം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നമുക്ക് കയറി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഇന്ന് കയറിയാൽ നാളെ എഴുതാം. അപ്പൊ ഒരു ഹാർബർ വന്നിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്? ഒരു ഹാർബർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടേ ഒരു അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അതെന്ത്? അത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതാ. PSCക്ക് അപ്ലൈ ചെയ്യാൻ 5 വർഷം വേണമെന്ന് ആര് പറഞ്ഞു? അല്ല, ഞാൻ അതിൽ കാണിച്ചപ്പോ 72 മാസം കാണിച്ചു ഇൻ സർവീസിൽ. അത് ഏതാണെന്നറിയാവോ? നമുക്ക് ഡിപ്പാർട്ട്മെന്റ് കോട്ടായിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് അത്രയും പറയുന്നത്. ജനറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് കോട്ട എന്ന് പറയുമ്പോൾ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റിന്റെ ഇത്ര ശതമാനം ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് മാത്രം നീക്കി വെച്ചിട്ടുണ്ട്. അതിന് PSC നടത്തുന്നത് ടെസ്റ്റ് വേറെയാണ്, അതിന് മാർക്ക് വേറെയാണ്, റാങ്ക് ലിസ്റ്റ് വേറെയാണ്. അതിൽ നിങ്ങൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അതിന് കട്ട് ഓഫ് മാർക്ക് കുറവാണ്. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനാണ് 5 വർഷം തികയണം എന്ന് പറയുന്നത്, ഓവർസിയർ ആയിട്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 3 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇട്ടിരിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനായി നടത്തുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാമോ എന്നുള്ളതാണ്. ഇവിടെ സിവിലിയൻസിൽ നിന്ന് അടുത്ത ആഴ്ച 9th അല്ലേ, 9th തുടങ്ങുന്ന ക്ലാസ്സിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ആൻഡ് ഹയർ, ദാറ്റ് മീൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. ലോവറിനും ഹയറിനും പരീക്ഷ എഴുതത്തക്ക രീതിയിലാണ് അക്കൗണ്ട് ടെസ്റ്റ് ലോവർ. KSR, ട്രഷറി കോഡ്, ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ്, ആ പേപ്പറും പബ്ലിക് വർക്ക്സ് അക്കൗണ്ടിന് PWDക്കാർക്ക് വേണ്ടി PWD A കോഡും D കോഡും മാനുവലും, ഇത്രയും ഇത്രയും പേപ്പേഴ്സാണ് ഇവിടെ നിന്ന് അടുത്ത ആഴ്ച 9ാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുന്നത്. 3 മാസമാണ് അതിൻ്റെ ദൈർഘ്യം. ബാക്കി ഡീറ്റെയിൽസ് ആ നമ്പറിലുണ്ട്. നിങ്ങൾ ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടെ അവർ പറഞ്ഞു തരും. 3 മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ, ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ, ചിലപ്പോൾ അത്യാവശ്യം തീർന്നില്ലെങ്കിൽ 1-2 ആഴ്ച കൂടി നീണ്ടു പോയേക്കാം. ഇതാണ് ആ കോഴ്സിന്റെ രീതി. വൈകുന്നേരം 6 മുതൽ 7:30 വരെ, 7:15 7:30 വരെ ആയിരിക്കും ക്ലാസ്. എല്ലാ ദിവസവും അത് ഉണ്ടാവുകയും ചെയ്യും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിന്ന് തരും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം സമയം ഇത്രയും വൈകിയത് കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഒത്തിരി ഉണ്ടെന്നറിയാം. എന്തായിരുന്നാലും ഇത്രയും സംശയമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചോദിച്ച ഓരോരുത്തരുടെയും സംശയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഉള്ളതാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 100-ലൊന്ന് സംശയം പോലും വരുമായിരുന്നില്ല. അതാണ് സത്യം. നമുക്ക് അറിയില്ലാത്തത് അത് തന്നെ, നിങ്ങൾക്ക് അറിയേണ്ടതും അത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നല്ല ഒന്നാന്തരം
റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇനി താമസിയാതെ തന്നെ ഇതുപോലെ ഒരു സംശയത്തിന് ഞങ്ങളൊരു ക്ലാസ് ഉടനെ അറേഞ്ച് ചെയ്യാൻ മാനേജ്മെന്റ് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ മൈക്ക് തൽക്കാലം ഞാൻ കൈമാറുകയാണ്. അപ്പോൾ എന്നോട് ഇത്രയും സമയം നിങ്ങൾ ഇൻറ്ററാക്ഷൻ നടത്തിയതിന് ഒത്തിരി നന്ദിയുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സാറിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ചാറ്റിൽ ഹാൻഡ് റൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതായത് അവരുടെ ഡൗട്ട് ഇനിയും ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ എന്തായാലും സമയം നമുക്ക് വളരെ കുറവായിരുന്നു. നമുക്ക് 1 മണിക്കൂറാണ് സെക്ഷൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ 1.5 മണിക്കൂറോളം ആയി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വരുന്ന നിങ്ങളുടെ ഡൗട്ട്സുകൾ നമുക്ക് വരുന്നൊരു സെക്ഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെയും അതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് ചാറ്റിലും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ക്ലാസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ പേഴ്സണലൈസ്ഡ് ആപ്പായ സെൻറ്റർ-സി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അല്ല എങ്കിൽ വെബ് വെർഷനിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.centerc.in. ഇപ്പോൾ ചാറ്റിലിടാം. വെബ്സൈറ്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, www.centerc.in. ഇതിനകത്ത് നിങ്ങൾ ആദ്യം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 3 പേജസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആണ് എങ്കിൽ അതിനകത്തൊരു 3 പേജസ് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോം പേജ്, സെക്കൻഡ് വൺ സ്റ്റോർ, മൂന്നാമത്തത് ന്യൂസ് ഫീഡ്. ഇതിൽ സ്റ്റോർ പേജിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന എല്ലാ കോഴ്സസും ആദ്യം വരുന്നത്. നിങ്ങൾ ഒരിക്കൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹോം പേജിലേക്കായിരിക്കും വരുന്നത്. ന്യൂസ് ഫീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ജനറലായിട്ട് വരുന്ന എന്തെങ്കിലും വാർത്തകൾ, അതായത് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ അതുപോലെ എന്തെങ്കിലും തന്നെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ന്യൂസ് ഫീഡിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു വെബ് വെർഷൻ നമ്മുടെ www.centerc.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ കോഴ്സ് എങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്നതെന്നുള്ളൊരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും മൊബൈൽ വെർഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെബ് വെർഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെൻറ്റർ-സിയുടെ വെബ് വെർഷൻ അവൈലബിൾ ആകുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊരു കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് നോക്കണ്ട, ഞാനിത് വെച്ചിട്ട് പറഞ്ഞു പോകാം. എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് വ്യക്തമാക്കി തരാം. നമുക്കിപ്പോൾ ഉള്ളത് ആദ്യത്തെ PWD മാനുവലാണ്. ഈ ക്ലാസ് എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ എല്ലാം ലൈവ് സെക്ഷൻസാണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ സാറ് ക്ലാസ് എടുക്കുന്നു, എല്ലാ ദിവസവും വൈകിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. 6 മുതൽ 7 വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 1.5 മണിക്കൂറാണ് ക്ലാസ്സസ് വരുന്നത്. നമ്മളൊരു 7 സെക്ഷനുണ്ട്. 7 സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ബണ്ടിൽ ഉൾപ്പെടെയാണ്. അതും കൂടെ വ്യക്തമാക്കി തരാം. ഞാൻ ആദ്യമേ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലാദ്യം വരുന്നതാണ് PWD മാനുവൽ എന്ന് പറയുന്നത്. PWD മാനുവലിൽ ഈ ക്ലാസ് ഇതേപോലെ ലൈവ് ആണ്. നിങ്ങൾക്ക് നേരിട്ട് സാറിൻ്റെ ഡൗട്ട് ചോദിച്ച് തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ക്ലാസ് നമുക്ക് ആദ്യം 1.5 മണിക്കൂറാണ് എടുക്കുന്നത്. അതിനുശേഷമുള്ള 10 മുതൽ അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ ആയിരിക്കും നമ്മുടെ ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫാക്കൽറ്റി എടുത്ത് ചോദിച്ച് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യം കൊണ്ട് അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് റെക്കോർഡഡ് വെർഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇന്നെടുക്കുന്ന ക്ലാസ് ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വെർഷൻസ് നിങ്ങൾക്കൊരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ലോഡായി കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഓരോ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും. അതായത് ഒരു 10 ക്വസ്റ്റ്യൻസ് വീതമുള്ള അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ആ ക്ലാസ്സിൽ നിന്ന് എന്ത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊരു സെൽഫ് അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാകും. ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതും കൂടെ ചെയ്ത് നോക്കുക. ഇതോടൊപ്പം തന്നെ റെഗുലറായിട്ട് പിന്നീട് നമ്മൾ മോഡൽ ടെസ്റ്റ് നടത്താനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്കത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അത് നമുക്കത് നടത്താൻ പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ബുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന മാനുവലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിൻ്റെ ബുക്ക് നിങ്ങൾക്കിപ്പോൾ ബുക്സ് അല്ലാതെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ബുക്കായിട്ട് നമുക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ആപ്പിനകത്തായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാനോ അങ്ങനെ ഒന്നിനും സാധിക്കില്ല. നിങ്ങൾക്ക് ഈ ആപ്പിനകത്ത് കിട്ടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയായിരിക്കും നമ്മുടെ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് അതുപോലെ ഡൗട്ട്സ് വരുന്നത് നിങ്ങൾ പിന്നീട് റെക്കോർഡ് വെർഷൻ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, അപ്പോൾ വരുന്ന ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളത്. അതിന് നമുക്ക് ഇതുപോലെ ഒരു ഡിസ്കഷൻ ബോർഡ് ഉണ്ടാകും. ഡിസ്കഷൻ ബോർഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡൗട്ട് വരുന്നത് അതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇടുക. ഫാക്കൽറ്റി ഒരു 2 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് തന്നെയാണ് എല്ലാ ക്ലാസ്സിലും ഈ പറയുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും പാറ്റേൺ ഇത് തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കോഴ്സും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ട PWD മാനുവലുണ്ട്, അടുത്തതായിട്ട് PWDയുടെ D കോഡുണ്ട്, അതുപോലെ A കോഡുണ്ട്. ഇത്രയാണ് PWD കോഴ്സായിട്ട് വരുന്നുള്ളത്.
ഇനി നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ കേരള സർവീസ് റൂളുണ്ട്, KSR ഉണ്ട്, അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോഡ് ഉണ്ട്, KFC ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ്, കേരള ട്രഷറി കോഡ്. ഇത്രയും കോഴ്സസാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു കോഴ്സിന്, അതായത് ഈ 4 കോഴ്സസ് നമ്മളിപ്പോൾ പറഞ്ഞ കേരള സർവീസ് റൂള്, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇന്ത്യൻ ഓഡിറ്റ്സ്, അതുപോലെ കേരള ട്രഷറി കോഡ്, ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊണ്ട് ഒരു ബണ്ടിൽ കോഴ്സായിട്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആൻഡ് ലോവർ എന്നാണ് പറയുന്നത്. ആ ബണ്ടിലും കൂടെ ഒന്ന് എടുക്കാവോ? ഇതാണ് പറയുന്നത്, ഞാൻ പറയുന്ന ആ 4 ടെസ്റ്റുകളോട് ചേർത്തിട്ടുള്ള അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആൻഡ് ലോവർ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു കോഴ്സിനകത്ത് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ട്രഷറി കോഡുണ്ട്, കേരള ഫിനാൻഷ്യൽ കോഡുണ്ട്, സർവീസ് കോഡുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആൻഡ് ലോവറിനകത്ത് വരുന്നത്. ഇനി തീർന്നില്ല, ഒരു ബണ്ടിലും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 കോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, കേരള സർവീസ് റൂളും അതുപോലെ കേരള ഫിനാൻഷ്യൽ കോഡും. അതായത് നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകൾ ഒരുമിച്ച് ബണ്ടിലായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഡ് അല്ലെങ്കിൽ ഒരു കോഴ്സ് മാത്രം സെപ്പറേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം എമൗണ്ടും ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും സെൻറ്റർസി ആപ്പ് ലോഗിൻ ചെയ്യുക. അതിനകത്ത് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇല്ല എങ്കിൽ നമുക്കിവിടെ ഒരു നമ്പർ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ആ നമ്പർ ആവർത്തിക്കാം. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9383450416. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നമ്പർ 9383450416. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇതിൻ്റെ ഒരു വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പും കൂടി ഉണ്ടാകും. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇതും കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡൗട്ട്സോ നിങ്ങൾക്കല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ സെൽഫ് സ്റ്റഡി ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും അവിടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയൊരു സെക്ഷൻ പിന്നീട് ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.